വരാനുള്ള ലോകരാജ്യം അത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അങ്ങ് ഈജിപ്റ്റ് മുതൽ വന്നു. പുരാതന സാമ്രാജ്യം തൊട്ട് വന്നിട്ട് ഓരോരോ സാമ്രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ഒരു സാമ്രാജ്യം വരും. ആ സാമ്രാജ്യം മുൻപുള്ള എല്ലാ സാമ്രാജ്യങ്ങളുടെയും സ്വഭാവവും ശക്തിയും ഉൾക്കൊള്ളുന്ന ഒരു സാമ്രാജ്യമായിരിക്കും. അതാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കണ്ട മൃഗം. 13-ാം അധ്യായത്തിൽ കണ്ട മൃഗത്തെ വേഗം ഒന്ന് വിശദീകരിച്ചേക്കാവോ? 10 കൊമ്പ്, 7 തല, എത്ര രാജമുടി? 10. ഓക്കെ. പിന്നെ മൃഗത്തിന് വേറൊരു സ്വഭാവം കൂടെ ഉണ്ടല്ലോ, ദൂഷണ നാമങ്ങൾ നിറഞ്ഞൊരു മൃഗം. എവിടെ നിന്ന് കയറുന്നു? സമുദ്രത്തിൽ നിന്ന് കയറുന്നു. അതിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? പുള്ളിപ്പുലിക്ക് സദൃശ്യം, കാൽ കരടിയുടേത്, തല സിംഹത്തിൻ്റെത്, പിന്നെ ആര് കൊടുത്തു? മഹാസർപ്പം. എന്തെല്ലാം കൊടുത്തു? ശക്തി, വലിയ അധികാരം, സിംഹാസനം. എത്ര കാലം പ്രവർത്തിക്കാൻ അധികാരം? പിന്നെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ആ മുറിവ് പുറത്തുപോയി സർവഭൂമിയും ഇതിനെ കണ്ട് അതിശയിച്ചു. മൃഗം ഇതിന് അധികാരം കൊടുത്തതുകൊണ്ട് മൃഗത്തെ നമസ്കരിച്ചു, ഇതിനെയും നമസ്കരിച്ചു. പിന്നെ വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായതിന് ലഭിച്ചു. ആരെയൊക്കെ ദൂഷിച്ചു? വിശുദ്ധന്മാരെ, സ്വർഗത്തിലെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കേണ്ടതിന് ദൈവദൂഷണത്തിനായി വായി തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിപ്പാൻ അതിന് അധികാരം കിട്ടി. പ്ലസ് സർവഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും ജാതിമേലും അതിന് അവകാശവും കിട്ടി. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പൊതുവെ ഇതാണല്ലോ മൃഗം. ഇതെന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിച്ച് പറഞ്ഞല്ലോ. എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു ഈ മൃഗം? ഈ ഓരോ മൃഗവും എന്തിനെ ചൂണ്ടിക്കാണിച്ചു? ആ താഴെയുള്ള ഓരോ മൃഗവും ജനറലി എന്തിനെ ചൂണ്ടിക്കാണിച്ചു? ഒരു രാജ്യത്തെയും അതിന്റെ രാജാവിനെയും ചൂണ്ടിക്കാണിച്ചു. ആ മൃഗവും വരാനുള്ള രാജ്യത്തെയും അതിന്റെ രാജാവിനെയും ചൂണ്ടിക്കാണിച്ചു. ഓക്കെ. അതിന് 7 തലയുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താണ് 7 തലയുണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അവ 7 വ്യാഖ്യാനം 17-ാം അധ്യായത്തിൽ 7 മലയാകുന്നു, 7 രാജാക്കന്മാരും ആകുന്നു. അർത്ഥം നമ്മൾ പറഞ്ഞപ്പോ ഇതുപോലെ തന്നെ 7 രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നു, 7 രാജാക്കന്മാരെയും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ആ 7 രാജ്യം ഒന്നിച്ചുള്ള രാജ്യമാണോ? അല്ല. പിന്നെ 5 പേർ വീണുപോയി. 6ാമത്തവൻ ഇപ്പോൾ ഉണ്ട്. 7ാമത്തവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാണ്. അപ്പൊ ഒന്നിന് പിന്നാലെ ഒന്നായി ഉണ്ടായ രാജ്യങ്ങൾ. അപ്പൊ എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ചുള്ളതല്ലത്. പിന്നെ എന്തൊക്കെയാണ് വീണുപോയ രാജ്യങ്ങൾ? ഈജിപ്ത്, സിറിയ, ബാബിലോൺ, മേദി പെർഷ്യ, ഗ്രീസ്. ഉള്ള രാജ്യം റോം. 7ാമത്തവൻ ഇതുവരെ വന്നിട്ടില്ല. വരുന്നവൻ ഈ മുമ്പുണ്ടായിരുന്ന 5 രാജ്യങ്ങളുടെയും 6 രാജ്യങ്ങളുടെയും പിന്നെ വരാനുള്ള രാജ്യത്തിന്റെ സ്പെഷ്യൽ സ്വഭാവവും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരെണ്ണമായിരിക്കും. അവൻ 7ാമത്തവനായിരിക്കും, അതേസമയം 8ാമത്തവനുമായിരിക്കും. ആദ്യം എഴുന്നേൽക്കുന്ന ഈ ഭരണാധികാരിയാണ് ഇയാള്. പക്ഷേ മഹോപദ്രവകാലത്തിന് മധ്യമാകുമ്പോ മഹാസർപ്പത്തെ വെട്ടിത്താഴെ തള്ളിയിടുമ്പോ അയാളിൽ നിന്ന് ആണ് ഈ ശക്തിയും അധികാരവും സിംഹാസനവും ഇയാൾക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന അയാളുടെ, നമുക്കിന്ന് ഉള്ള ഒരു ഭാഷയിലൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന അഭിഷേകം കൊണ്ട് ഇയാളുടെ സ്വഭാവം മൊത്തം അങ്ങ് മാറി ഇയാളെ തനി മൃഗമായിട്ട് മാറും. മൃഗം എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ മൃഗം എന്നല്ല പറഞ്ഞ അയാളുടെ സ്വഭാവം, അയാളുടെ പ്രകൃതം. അതിനെല്ലാം ഈ പണ്ടത്തെ രാജ്യങ്ങളെ കണ്ടപ്പോഴും ഇത് നെബൂഖദ്നേസർ കണ്ടപ്പോൾ ഒരു ബിംബമായി മനുഷ്യനെ പോലെ കണ്ടെങ്കിലും ദാനിയേലിന് കാണിച്ചു കൊടുത്ത എല്ലാം മൃഗമായിട്ടാണ്. മൃഗമായിട്ട് എന്ന് പറയുമ്പോ അതിന്റെ ആന്തരിക സ്വഭാവമാണ്. മൃഗത്തിന്റെ സ്വഭാവം എന്താണ്? ആരെ കൊന്നാലും മുടിച്ചാലും തിന്നാലും എനിക്ക് ജീവിക്കണം. അതിനകത്ത് വേറെ മോറൽ പ്രിൻസിപ്പിൾ ഒന്നും അതിനകത്ത് ഇല്ല. ലോകരാജ്യത്വങ്ങളുടെ സ്വഭാവവും അത് തന്നെ. അതാത് രാജ്യത്തിന് നിലനിൽക്കണം. ഏത് രാജ്യത്തെ മുടിച്ചാലും വേണ്ടില്ല, ആരെ കൊന്നാലും വേണ്ടില്ല, ഈ രാജ്യത്തിന് നിലനിൽക്കണം. തന്നെയല്ല, ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് അധികം ഒന്നും ലോകത്തിൽ കാണില്ലല്ലോ. മനുഷ്യത്വം നിങ്ങൾ തന്നെ ചില സ്ഥലങ്ങളിൽ പോയി വെച്ച് ചില ഉദ്യോഗസ്ഥരിക്കലൊക്കെ പോയി വെച്ച് വന്നിട്ട് ഒരു മൃഗം അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ? കാര്യം എന്താണ്?
കണ്ടാൽ ആള് മനുഷ്യനാണ്, പക്ഷെ പ്രകൃതം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ ആന്തരിക സ്വഭാവം ഇതാണ്: കൊല്ലുക, മുടിക്കുക, തിന്നുക. somehow survival of the fittest. എനിക്ക് സർവൈവ് ചെയ്യണം, അത് മാത്രമേ അവിടുത്തെ ഫിലോസഫി ഉള്ളൂ. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രമാണിത്. ഇനി നമ്മൾ ഇതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ പറയാത്ത കാര്യം ഇതിനകത്ത്? ഈ മൃഗത്തിൽ നമ്മൾ വിശദീകരിക്കാത്തൊരു കാര്യമില്ലേ? കൊമ്പ്. വെളിപ്പാട് പുസ്തകം 17 അധ്യായമല്ലേ വ്യാഖ്യാനിക്കുന്നത്, നമ്മുടെ സ്വന്തം വ്യാഖ്യാനം അല്ലല്ലോ. ഓക്കെ, ഇത് ഏത് രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ബാബിലോൺ. വരാനുള്ള രാജ്യം ബാബിലോൺ. കാരണം വീണ 5 പേരിൽ നിന്നൊരാളാണ് എഴുന്നേറ്റ് വരേണ്ടത്. അത് 6ാമത്തെ ആളായിരിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ കുറേ വാക്യങ്ങൾ കണ്ടു, അതിന്റെ പേര് തെളിച്ചു പറയുന്ന കുറേ വാക്യങ്ങൾ. ഫൈനലി ദൈവം ന്യായം വിധിക്കുന്നു, മഹദിയ ബാബിലോണിനെയാണ്. 17:12. ഓക്കെ, ഗോ ഹെഡ്. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. നീ കണ്ട ഈ 10 കൊമ്പ് 10 രാജാക്കന്മാരാണ്. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. പിന്നെ മൃഗത്തോട് ഒന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഈ മൃഗം എഴുന്നേറ്റ് വരുന്ന സമയത്താണ് ഇവർ വരുന്നതെന്ന്. അതാണ് പറഞ്ഞത്, ഇതുവരെ അവർ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് 1 നാഴിക നേരത്തേക്ക് അവർ അധികാരം പ്രാപിക്കും. അപ്പൊ നേരത്തെയുള്ള എന്തെങ്കിലും കാര്യമാണ് ഇത് എന്ന് പറയേണ്ട കാര്യം ഇല്ല. അതാണ് പറയുന്നത്, മൃഗത്തോടൊന്നിച്ച് 1 നാഴിക. 1 നാഴിക എന്ന് വെച്ചാൽ കൃത്യം 1 നാഴിക എന്നല്ല അർത്ഥം, ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അപ്പൊ ആ കുറച്ച് കാലത്തേക്ക് അധികാരം പ്രാപിക്കുന്ന 10 രാജാക്കന്മാരാണ് ഇവർ. ഇന്നത്തെ ഭാഷയിൽ സഖ്യകക്ഷികൾ എന്ന് പറയാം. ഇയാള് വലിയ ആള്, അയാളുടെ കീഴിലുള്ള മറ്റ് രാജാക്കന്മാർ. വലിയ ഭരണാധികാരിയാണ് ഇയാള്. എങ്കിലും അയാളുടെ കീഴിൽ വേറെ രാജ്യങ്ങളുണ്ടാവും. ഇയാൾ ചക്രവർത്തിയുടെ കീഴിൽ വേറെ രാജ്യങ്ങളുള്ള അങ്ങനെയുള്ള 10 രാജാക്കന്മാർ, സഖ്യകക്ഷികളാണ് ഇവർ. ബാക്കി ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ മുഴു സ്വാധീനങ്ങളും അധികാരവും ഈ മൃഗത്തിന്റെ ഭരണത്തിന് കൊടുത്ത് അവരിതിന്റെ, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, സഖ്യകക്ഷികളാണ്. അവർ കുഞ്ഞാടിനോട് പോരാടും. അപ്പൊ അത്രയാണ് ഈ 10 രാജാക്കന്മാരെ കുറിച്ചുള്ള വിശദീകരണം. പൊതുവെ ട്രഡീഷണലായി കുറെ വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട്. ഈ ട്രഡീഷണൽ വ്യാഖ്യാനത്തിന്റെ വെളിച്ചത്തിൽ ആളുകൾ പറയുന്ന ഒരു വ്യാഖ്യാനം, ഈ 10 കൊമ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്നും പറഞ്ഞൊരു ഒരു കാര്യം ഉണ്ടായി. അതുണ്ടായ സമയത്താണെന്ന് ഇവർ പറഞ്ഞു തുടങ്ങിയത്. യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാൻ മേലാന്നുണ്ടെങ്കിൽ, യൂറോപ്പ് ഭാഗത്ത് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉണ്ടായ ഒന്നാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു രാജ്യത്ത് കുറെ ഉൽപ്പന്നങ്ങൾ കാണും, വേറെ രാജ്യത്തിന് ആ ഉൽപ്പന്നങ്ങൾ കാണില്ല. ഒരു രാജ്യത്ത് സർപ്ലസ് ആയിരിക്കും, വേറെ രാജ്യത്തില്ലാതെ വരുമ്പോ അവരുടെ രാജ്യത്ത് തന്നെ അത് ചെലവഴിക്കാൻ പോയാൽ സാധനങ്ങൾ കെട്ടിക്കിടക്കും. അവർക്കില്ലാത്ത സാധനം ഇവിടെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന് വേറൊരു രാജ്യത്തു നിന്ന് കൊണ്ടുവരാൻ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം ഒരു യൂണിയൻ ഉണ്ടാക്കിയാൽ ഫ്രീ ട്രേഡ് നടക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനെ ഉണ്ടായ ഒരു സംവിധാനമാണ് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ യൂറോപ്പിലെ കുറെ രാജ്യങ്ങളാണ് അതിന് മുൻകൈ എടുത്ത് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഉണ്ടായ കാലത്ത് അവര് പറഞ്ഞു, ഈ 10 കൊമ്പ് ഈ യൂറോപ്യൻ കോമൺ മാർക്കറ്റിലെ രാജ്യങ്ങളാണ് എന്നവർ പറഞ്ഞു. തന്നെയല്ല, 1957 അതിനൊരു ട്രീറ്റി എഴുതിയുണ്ടാക്കി, ഒരു ഉടമ്പടി എഴുതിയുണ്ടാക്കിയത് യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഈ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രീറ്റിയുടെ, ആ ഉടമ്പടിയുടെ പേര് ട്രീറ്റി ഓഫ് റോം എന്നാണ്. ആണ് ഉടമ്പടിയുടെ പേര്. യു ഗോ ഇൻ ടു ദി ഇന്റർനെറ്റ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ട്രീറ്റി ഓഫ് റോം. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് മറ്റേ ആ വിശ്വാസത്തിന് വളരെ ശക്തിയും കൊണ്ടുണ്ടായി. കാരണം അന്തിക്രിസ്തു എന്ന് പറയുന്നത് റോമാണെന്നും അല്ലെങ്കിൽ റോമിലെ പോപ്പാണെന്നും ഒക്കെ വന്നിട്ട് അപ്പൊ കണ്ടില്ലേ, ട്രീറ്റി ഓഫ് റോം എന്ന പേരിൽ ഉടമ്പടിയും എത്തിക്കഴിഞ്ഞു, രാജ്യങ്ങൾ അതിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു എന്നൊക്കെ വേഗം അവർ പറഞ്ഞു വെച്ചു. പക്ഷേ അതിന്റെ അടിസ്ഥാനം ദൂതനങ്ങ് മാറ്റി. ഓക്കെ, ഈവൻ അതർവൈസ് ട്രീറ്റി ഓഫ് റോം എന്ന് പറഞ്ഞ അന്ന് തുടങ്ങിയ അതിനകത്ത് ഒറിജിനലി ഒരു 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്തു.
എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനകത്ത് 12 മെമ്പേഴ്സ് ആയിരുന്നു. പല സമയത്തായി അഡീഷൻസ് ഉണ്ടായി. 12 മെമ്പേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ യൂറോപ്യൻ യൂണിയൻ എന്നും പറഞ്ഞൊരെണ്ണം പിൽക്കാലത്തുണ്ടായി. 2003 യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി. പിന്നെ ഉണ്ടായ കറൻസി അല്ലേ യൂറോ എന്ന കറൻസിയെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, ഓരോ രാജ്യത്തിന് ഓരോരോ കറൻസിക്ക് പകരം ഒരു കോമൺ കറൻസി. അപ്പൊ സൗകര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, സാധനം വാങ്ങിക്കാൻ, വിൽക്കാൻ, യാത്രയ്ക്കും എല്ലാം. ഒരു രാജ്യത്തേക്ക് ഈ വീസ കിട്ടിയാൽ പിന്നെ വേറൊരു രാജ്യത്തേക്ക് ആ വീസ തന്നെ മതി. സ്പെഷ്യൽ വീസാസ് എടുക്കേണ്ട കാര്യമില്ല. അപ്പോ യാത്രകളും എല്ലാം സൗകര്യമായി. ആ യൂറോപ്യൻ യൂണിയൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 2007 അതിനകത്ത് വേറെ 15 രാജ്യങ്ങളും കൂടെ ചേർന്നു. അങ്ങനെ ആക്ച്വലി ഇപ്പോ യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ ഇപ്പൊ അംഗരാജ്യങ്ങളാണ്. അപ്പൊ 10 കൊമ്പ് എന്ന കാര്യം ശരിയായോ? തുടക്കത്തിൽ ശരിയായി എന്ന് തോന്നിയെങ്കിലും ആ കാര്യം ശരിയായില്ല എന്ന് തന്നെയല്ല. നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു യുദ്ധം ഉണ്ടാകുന്ന കാര്യം പറഞ്ഞല്ലോ. ഒരു ലോക യുദ്ധം ഉണ്ടാകുന്നു. ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സംഘം വന്നിരുന്ന പറഞ്ഞില്ലേ? 6ാമത്തെ ക്രോധകലശം കൊണ്ടുപോയി എവിടെയാ ഒഴിച്ചത്? യൂഫ്രട്ടീസ് നദിയിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് പറ്റിപ്പോയി. എന്തിന്? കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുങ്ങേണ്ടതിന്. അപ്പം ഈ രാജാക്കന്മാർ, സഖ്യകക്ഷികൾ ഈ യൂറോപ്യൻ കോമൺ മാർക്കറ്റ് ഉള്ളതാണെങ്കിൽ, അല്ലെ ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലുള്ളതാണെങ്കിൽ, ഈ ഇറാഖിന്റെ ഏത് ഭാഗത്താണ് ഈ യൂറോപ്പ് കിടക്കുന്നത്? പടിഞ്ഞാറ്. മൊത്തം പടിഞ്ഞാറാണ്. അപ്പൊ അവർ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് വരേണ്ടത്. അവർ യൂഫ്രട്ടീസിലേക്ക് വരേണ്ട കാര്യമില്ല ഈ പലസ്തീനി വരാൻ വേണ്ടി. എന്നാൽ ഈ രാജ്യങ്ങൾ കിഴക്ക് നിന്ന് വന്ന് യൂഫ്രട്ടീസ് കടന്ന് എവിടോട്ട് വരും? പലസ്തീനിലേക്ക് വരും. അപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളാണെന്നുള്ള ധാരണ അവിടെയും ഉണ്ടാവുന്നില്ല. അതിനെ അവിടെ നിഷേധിക്കുക. ഇവര് കിഴക്ക് നിന്നാണ് വരേണ്ടത്. നിങ്ങൾ നോക്കി, പൂർവീക രാജ്യങ്ങൾ ബേസിക്കലി എല്ലാം ആ ഏഷ്യയുടെയും അതിനോട് ചേർന്ന ഭൂപ്രദേശങ്ങളിലാണ് കിടന്നിരുന്നത്. റോമാണ് കുറെ വെസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. ഓഫ് കോഴ്സ് റോം കുറെ എക്സ്പാൻഡ് ചെയ്തു, വെസ്റ്റിലേക്ക് പോയി. ഇറ്റലി, റോം എന്ന് പറയുന്നത് അങ്ങ് പടിഞ്ഞാറല്ലേ, ഈ ഇറാഖിന്റെ ഭാഗത്തല്ലല്ലോ. അപ്പൊ ആ പടിഞ്ഞാറുള്ള ആ കുറെ ദേശങ്ങളെ കീഴടക്കിയത് റോമാണ്. എങ്കിലും സാമ്രാജ്യങ്ങളുടെ മെയിൻ ഭാഗം ഉണ്ടായിരുന്നത് മുഴുവനും ഇറാഖ്, ഇറാന്, ഈവൻ ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ എന്നാണ് പണ്ടത്തെ കാലത്ത് സാമ്രാജ്യത്തെ സംബന്ധിച്ച് പാർസി രാജ്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ ഹിന്ദു ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇന്ത്യ മുതൽ പടിഞ്ഞാറോട്ടുള്ള രാജ്യങ്ങളാണ് അന്ന് ഈ ഭാഗങ്ങളെല്ലാം നിന്നിരുന്ന സാമ്രാജ്യങ്ങൾ. ഇവിടെ പറയുന്നത് പഴയ സാമ്രാജ്യങ്ങളുടെ അതേ ആസ്ഥാനത്ത് തന്നെയാണ് ഈ മൃഗത്തിനും തന്റെ ആസ്ഥാനം സ്ഥാപിക്കുന്നത്. ഇയാൾ എവിടുന്നാ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ 10 രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളാണെന്ന് പറയുന്നതിന് സാധ്യത തീരെ ഇല്ല. കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ മൃഗം റോമല്ല. പ്ലസ് മുമ്പേ നമ്മൾ പറഞ്ഞ എല്ലാ തെളിവുകളും ബാബിലോണിന് വേണ്ടിയാണ് പോകുന്നത്. ഇവന്റെ സഖ്യകക്ഷികൾ വരേണ്ടതും കിഴക്ക് നിന്നാണ്. അപ്പോ ഒരു കാരണവശാലും അത് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കാനുള്ള സാധ്യത ഇല്ല. പിന്നെ ഇതിപ്പോഴേ ഉണ്ടായിരിക്കേണ്ട ആവശ്യവും ഇല്ല. പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് അധികാരം നടത്തുന്നവർ. അപ്പൊ ആ ഭരണാധിപൻ എഴുന്നേറ്റ് വരുന്ന കാലത്തുണ്ടാവുന്ന ഒരു സഖ്യമായിരിക്കും എന്നതിൽ കവിഞ്ഞ് യാതൊരു വ്യാഖ്യാനവും അവിടെ ആവശ്യം ഇല്ല. അപ്പൊ നേരത്തെയുള്ള ഒരു സഖ്യത്തിന്റെയും കാര്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ കുറെ ആളുകൾ അയാളോട് ചേരാനായിട്ട് റെഡിയാവും. തങ്ങളെ തന്നെ വലിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ ചേർന്ന് പോവുക എന്നുള്ളതാണ് സുരക്ഷിതത്വം. അപ്പൊ അങ്ങനെ ഒരു വലിയ സംഖ്യ ഉണ്ടാകുമ്പോ അത് ലാർജർ യൂണിയൻസ് ആയിരിക്കാം. അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളാണോന്നില്ല. അപ്പൊ ലാർജർ യൂണിയൻസ് വന്ന് അതിനോട് ചേരുന്നതാണ് ഈ 10 കൊമ്പുകൾ, 10 രാജാക്കന്മാർ. അക്കാലത്തുണ്ടാകുന്ന 10 രാജാക്കന്മാർ. ദാറ്റ്സ് ഓൾ. അത്രേ എന്റെ വ്യാഖ്യാനം ആവശ്യമുള്ളൂ. ഓക്കെ,
അവർ കുഞ്ഞാടിനോട് പോരാടും. ഓക്കെ, അപ്പൊ ഇവര് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. രാജ്യം എല്ലാം റെഡിയായി, രാജ്യം എന്താണെന്ന് പറയുന്നു. അപ്പൊ ഈ ഭരണാധിപൻ ഇങ്ങനെ അങ്ങോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ്, 6ാമത്തെ ക്രോധകലശം ഒഴിച്ചു, യൂഫ്രട്ടീസ് നദി വറ്റി, ലോകത്തിലെ മുഴു രാജ്യങ്ങളെയും യുദ്ധത്തിന് വേണ്ടി ചേർക്കാൻ ഭൂതാത്മാക്കൾ പോയി ആളുകളെ വിളിച്ചു ചേർത്തു. എവിടെ കൊണ്ടുവന്നു? മെഗിദ്ദോ താഴ്വരയിൽ. അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? മെഗിദ്ദോ താഴ്വര നമ്മൾ പറഞ്ഞത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഹർമഗദോൻ എന്ന സ്ഥലത്ത് കൂട്ടിച്ചേർക്കും. മെഗിദ്ദോ താഴ്വരയിൽ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഇവര് തയ്യാറായിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് 7ാമത്തെ ക്രോധകലശം ഒഴിക്കുന്നത്. 7ാമത്തെ ക്രോധകലശം ഒഴിച്ചപ്പോഴ് അന്നത്തെ ഭരണാധിയുടെ ക്യാപിറ്റൽ സിറ്റി ആക്രമിക്കപ്പെട്ടു. എന്താക്രമണം? ദൈവത്തിൽ നിന്ന് ആക്രമണം. ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ ആ ക്യാപിറ്റൽ സിറ്റി 3ആയിട്ടങ്ങ് പിരിഞ്ഞു പോയി. വലിയ കൽമഴ ഉണ്ടായി. ആ സിറ്റിയെ ആക്രമിക്കുമ്പോ തന്നെ ഈ സൈന്യം എവിടെ നിൽക്കുന്നു? മെഗിദ്ദോ താഴ്വരയിൽ നിൽക്കും. മെഗിദ്ദോ താഴ്വരയിൽ നിൽക്കുന്ന സമയത്താണ് 19ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ചതാണത്, പക്ഷെ എന്റെ കോണ്ടെക്സ്റ്റ് ഓർക്കണം. സൈന്യം മെഗിദ്ദോ താഴ്വരയിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ഒന്നിച്ചുകൂടി യുദ്ധത്തിന് നിൽക്കുമ്പോ 19ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഓക്കെ, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഓക്കെ, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചതാണ്. അവന്റെ പേര് ദൈവവചനം. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. ബാക്കി സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അതാരാണെന്ന് നമ്മൾ പറഞ്ഞു. സ്വർഗത്തിലെ സൈന്യം എന്നവിടെ പറയുന്നത് കുഞ്ഞാടിന്റെ കാന്ത. കുഞ്ഞാടിന്റെ കാന്ത അവനോട് കൂടെ ഇറങ്ങി വരുന്നു. ഇവിടെ കയറി പോയ ഈ ജനം അവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അധികാരങ്ങൾ എത്രയൊക്കെയാണ് എന്ന് നിർണയിക്കപ്പെട്ട് ആ അധികാര നിർണയത്തോടു കൂടെ താഴോട്ട് ഇറങ്ങി വരുന്നു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ ഉടുപ്പിന്മേലും തുടമേലും ഇറങ്ങി വരുമ്പോ ഈ സൈന്യം താഴ്വരയിൽ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കര ജയത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ അങ്ങനെ ആകാശമേഘത്തിൽ ഭയങ്കര ആരവാരങ്ങളോട്, ഭയങ്കര ഇടിമുഴക്കത്തോട്, ദൂതന്മാരുടെ കോടാകോടി ദൂതന്മാരുടെ ശബ്ദത്തോടെ എഴുന്നള്ളി വരുമ്പോൾ ആളുകൾ നോക്കുന്നു. നോക്കിയപ്പോ കാണുന്നത് എന്താണ്? രാജാതി രാജാവ്, കർത്താതി കർത്താവ് എന്ന പേരോടുകൂടെ ഒരുത്തൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്ക് ഒരു പേടിച്ചു പോയി. കാരണം ഇവിടെ ഒരു ലോക രാജാവ് നിൽക്കല്ലേ, ഭരിച്ചോണ്ട് നിൽക്കാൻ. ലോക രാജാവും അയാളുടെ സകല സൈന്യവും കൂടാണ് നിൽക്കുന്നത്. അയാളുണ്ട് രംഗത്ത്. അപ്പൊ ലോകരാജാവും സൈന്യവും മുഴുവൻ നിരന്ന് നിൽക്കുമ്പോഴാണ് വേറൊരുത്തൻ ഇറങ്ങി വരുന്നത്. പേര് നോക്കിയപ്പോ രാജാതി രാജാവ്. കമോൺ, അതങ്ങനെ പറ്റും? ഇയാള് രാജാക്കന്മാരുടെ രാജാവായി വാഴുകയാണ്. അപ്പോഴാണ് വേറൊരാൾ ഈ പേരോട് ഇറങ്ങി വരുന്നു. വരുന്ന സ്പീഡോ, അവന്റെ അധികാരമോ, അവന്റെ ശക്തിയോ, വെള്ളക്കുതിര കണ്ടില്ലേ, അവന്റെ ജയത്തിന്റെ അടയാളം, അത് ഡിക്ലെയർ ചെയ്ത് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ആ വരവ് കണ്ടപ്പോൾ ഒരു ഭയപ്പെട്ടു പോയി. എനിവേ, ഗോ ഹെഡ്, ബാക്കി. ഒരു ദൂതൻ സൂര്യനെ നിൽക്കുന്നത്, ഒരു ദൂതൻ ആകാശത്ത് ഇങ്ങനെ പറക്കുകയാണ്. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു. ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ, ഒരു പാർട്ടി നടക്കാൻ പോകുന്നത്, ഭയങ്കര പാർട്ടി. അപ്പൊ ആ പാർട്ടിക്ക് വേണ്ടി അവരെ വിളിക്കുകയാണ്. പക്ഷെ പാർട്ടിയിലെ ഫുഡെല്ലാം വളരെ സ്പെഷ്യൽ ഫുഡാണ്, എക്സ്ട്രാ സ്പെഷ്യലാണ് ഫുഡ്. കാരണം ഈ പക്ഷികൾക്കൊക്കെ സാധാരണ ആരുടെ മാംസമാണ് കിട്ടുന്നത്? വല്ലവരും റോട്ടി കൊണ്ടുപോകാൻ ആളില്ല കിടക്കുന്ന മനുഷ്യരുടെയൊക്കെ മാംസമല്ലേ കിട്ടുള്ളൂ. അല്ലാതെ കൂടി ഒരുത്തം മരിച്ചാൽ ഇവർക്ക് തിന്നാൻ കിട്ടുമോ? കിട്ടില്ല. ഇതോ എല്ലാം സൂപ്പർ ആളുകൾ, രാജാക്കന്മാരുടെ മാംസം,
പ്രഭുക്കന്മാരുടെ മാംസം, സഹസ്രാധിപന്മാരുടെ മാംസം, ഭയങ്കര വീരന്മാരുടെ, കുതിരപ്പുറത്തിരിക്കുന്നവരുടെ, അങ്ങനെ സൂപ്പർ ഒന്നാം സ്പെഷ്യൽ മീൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. വരീൻ എന്നും പറഞ്ഞ എല്ലാ പക്ഷികളെയും കൂടെ വിളിക്കുകയാണ്. ഓക്കെ, ദൈവം ഭയങ്കര അത്താഴം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർക്ക് വേണ്ടി. ബാക്കി കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും. അപ്പൊ യേശു ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പൊ അവനോട് യുദ്ധം ചെയ്യാൻ, അവനോടും അവന്റെ സൈന്യത്തോടും കൂടെ യുദ്ധം ചെയ്യാൻ ഈ മൃഗവും അവന്റെ ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യവും ഒന്നിച്ച് വന്നുകൂടി. കണ്ടില്ലേ, അവര് ഞാൻ പറഞ്ഞില്ല മെഗിദ്ദോ താഴ്വരയിൽ നിൽക്കുകയാണ്. അവിടേക്ക് തന്നെയാണ് യേശു വരുന്നത്. തൊട്ടപ്പുറത്തെ മലയിലാണ്. സെക്കറിയാവ് 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോടും പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അവന്റെ കാൽ മലയിലേക്ക് ഇറങ്ങി വരും. യേശു ഒലിവുമലയിൽ ഇറങ്ങി വരുമ്പോ ഒലിവുമല രണ്ടായി പിളർന്നു പോകും. ദൈവപുത്രന്റെ ഭയങ്കര മഹത്വത്തിന്റെ ദൈവത്തിന്റെ ചവിട്ടേക്കുന്നതല്ലേ, ആ മല രണ്ടായി പിളർന്നു പോകും. യേശു എവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്? ഒലിവുമലയിൽ നിന്നാണ് അവിടുന്ന് പോയത്. അന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ട യേശു, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വരും എന്ന് പറയുന്ന പോലെ അതുപോലെ വരുന്നു. മേഘാരൂഢനായി, മേഘത്തിലല്ലേ പോയത്, അതുപോലെ വരുന്നു, അതേ സ്ഥലത്ത് വരുന്നു. അപ്പൊ അപ്പുറത്തെ കുന്നിൽ യേശു വന്നിറങ്ങുന്നു, ഇപ്പുറത്തെ താഴ്വരയിൽ സൈന്യം യുദ്ധത്തിന് അണിനിരന്നിരിക്കുന്നു. അപ്പൊ ഇവര് വേഗം ക്രിസ്തുവിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അടുത്തപ്പോ കുതിരപ്പുറത്തിരിക്കുന്നവരോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊകയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ഇദ്ദേഹമാണ് മൃഗം, ഭരണാധികാരി. അത് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഈ ഭരണാധികാരിയെയും കള്ളപ്രവാചകനെയും, അയാളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല, കള്ളപ്രവാചക കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഇവരെ രണ്ടുപേരെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. കള്ളപ്രവാചകനെ സംബന്ധിച്ച് വേഗം ഇച്ചിരി കാര്യം പറഞ്ഞേക്കാം. 11 അധ്യായത്തിന്റെ 2-ാമത്തെ പാരഗ്രാഫ് വായിച്ചോളൂ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കണ്ടില്ലേ, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇത് ഭൂമിയിൽ നിന്ന്. പക്ഷെ ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ജനസമുദായത്തിൽ നിന്നാണ്. പിന്നീട് ഭൂമിയിൽ നിന്ന് കയറുന്ന പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി പറ്റി കാര്യം കാണിക്കും. അയാൾ ഭൂമിയിൽ നിന്ന് അല്ലാത്തവണ്ണമുള്ള സ്വഭാവങ്ങളും പ്രവൃത്തികളുമാണ് അയാൾ കാണിക്കുന്നത്. എന്നാലും ആഫ്റ്റർ ഓൾ ഇയാൾ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും ഇയാള് ഭൂമിയിൽ നിന്നുള്ള ഒരാളാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രയോഗമാണത്. ഗോഹൻ ബാക്കി വായിക്കുമ്പോ അറിയാം. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. ഇതിന് കുഞ്ഞാടിനെ പോലെ 2 കൊമ്പുണ്ട്. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. പക്ഷെ അതിന്റെ സ്വഭാവം, സംസാരം മഹാസർപ്പം പോലെയാണ്. കണ്ടില്ലേ, ഇതിന്റെ നാക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. ആടങ്ങനെ നാക്ക് നീട്ടി നടക്കാറുണ്ടോ? നാക്കിങ്ങനെ പുറത്തെടുത്ത് സഞ്ചരിക്കുന്ന ജന്തു പാമ്പാണ്. മഹാസർപ്പം എന്ന പോലെ അത് സംസാരിച്ചു. അപ്പൊ ആടിന്റെ വേഷം ഉണ്ടെങ്കിലും അത് ആടല്ല, പിന്നെ സർപ്പമാണ്. അത് 1-ാമത്തെ മൃഗത്തിന്റെ മുൻപാകെ അതിന്റെ അധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ഇതിന്റെ കൊമ്പുകളിൽ 1 മരണകരമായ മുറിവേറ്റെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അത് ആക്ച്വലി പറഞ്ഞതിന്റെ അർത്ഥം ഈ 7 തലയിൽ 1 ബാബിലോണായിരുന്നല്ലോ, ഇല്ലേ? അതങ്ങ് പോയതാണ്. അതിന് എഴുന്നേറ്റ് വരുമെന്ന് ലോകം വിചാരിച്ചതല്ല. അപ്പൊ അത് എഴുന്നേറ്റ് വന്നു. അപ്പൊ ഈ മൃഗത്തെ സകല ആളുകളും നമസ്കരിപ്പിക്കുക എന്ന ജോലിയാണ് ഈ 2-ാം മൃഗത്തിന്റെ ജോലി.
അത് മനുഷ്യർ കാണെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാർ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. വലിയ അടയാളങ്ങൾ ചെയ്യും, അത്ഭുതങ്ങൾ ചെയ്യും. ആകാശത്ത് നിന്ന് തീ ഇറങ്ങുന്നു, അങ്ങനെ ഭയങ്കര ഭയങ്കര അത്ഭുതങ്ങൾ ഈ കാണിക്കും. മൃഗത്തിന് മുൻപിൽ അത്ഭുതം കണ്ടാൽ എല്ലാം ദൈവത്തിന്റെ വകയാണ് എന്ന് ആളുകൾ ചിന്തിച്ചു പോകരുത്. കുറെ ആളുകൾ എവിടെയെങ്കിലും അത്ഭുതം കാണുമ്പോൾ അതിന്റെ എല്ലാം പുറകിലോടും. പക്ഷേ ദൈവം മാത്രമല്ല അത്ഭുതം ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ? മിസ്രയീമിൽ ദൈവം കുറെ ബാധകൾ അയച്ചപ്പോഴോ ആദ്യത്തെ ചിലത് മന്ത്രവാദികളും ചെയ്തല്ലോ, അല്ലേ? അവരെ കൊണ്ടും കുറെ കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ പിശാചിന്റെ കയ്യിൽ ലോകമുണ്ട്, പിശാചിന് കുറെ ശക്തികളുണ്ട്, അതുകൊണ്ട് അത് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പൊ ഇതും അങ്ങനെ അതിന്റെ ശക്തിയാൽ ഇത് ഭയങ്കര ആവാസം വന്നിരിക്കുന്നതല്ലേ. പിശാച് കൊടുത്ത നേരിട്ടുള്ള ശക്തിയും ബലവും എല്ലാം ഈ മൃഗത്തിനുണ്ട്. ആ മൃഗത്തെ നമസ്കരിപ്പിക്കുന്ന ജോലിയാണ് മറ്റേതെന്ന് പറയുമ്പോ അയാൾ അതിന്റെ റിലീജിയസ് ലീഡറാണ്, മതനേതാവാണ് ഇയാള്. പക്ഷെ മതത്തെ കണ്ടാൽ ആടിനെ പോലെ ഇരിക്കും. പക്ഷേ ഇതങ്ങനെ ആടല്ല, പാമ്പിന്റെ മതമാണിത്, പിശാചിന്റെ മതമാണത്. അപ്പോ ആ പിശാചിന്റെ ഈ ഏജന്റ്, ഈ മതനേതാവ്, ആ രാജാവിനെ എല്ലാരും നമസ്കരിക്കാൻ വേണ്ടി സകല പ്രേരണകളും ചെലുത്തി അതിനുവേണ്ടിയുള്ള അത്ഭുതങ്ങളെല്ലാം കാണിച്ച് ഇതിന്റെ പ്രവാചകനായി നടക്കും ഈ മൃഗത്തിന്റെ. ഓക്കെ, മൃഗത്തിന്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യും. ഈ മൃഗത്തിന് ഒരു പ്രതിമ ഉണ്ടാക്കാൻ, ഈ മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കി എല്ലായിടത്തും നിർത്തി ഇതിനെ നമസ്കരിപ്പിക്കാൻ ഭൂവാസികളെ പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന മൃഗമാണ് ഇത്, അല്ലെങ്കിൽ പ്രവാചകനാണ്, അല്ലെങ്കിൽ മത നേതാവാണ് ഈ മൃഗം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതിനകത്ത് ഭയങ്കര കാര്യങ്ങളുണ്ടാവും. ഇതിനെ കൊണ്ട് സംസാരിപ്പിക്കും, ഇതിനെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കാൻ ഓർഡേഴ്സ് കൊടുക്കും. അതിനെല്ലാമുള്ള ശക്തി ഈ മൃഗത്തിന് ഉണ്ടാവും. ഇന്നത്തെ ലോകം നമ്മൾ നോക്കിയാൽ എന്തെല്ലാം സംഗതികളാണ് ഇന്നത്തെ കാലം. അന്നത്തെ ഭാഷയിൽ പറഞ്ഞെങ്കിലും ഇന്നത്തെ ലോകം, നമ്മുടെ ഈ കമ്പ്യൂട്ടർ യുഗം നിങ്ങൾ നോക്കൂ. ഇന്ന് റോബോട്ട് മനുഷ്യൻ, ഓക്കെ, എവിടെ ഇരുന്നുകൊണ്ടും ലോകത്തിൽ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ, ഒരു സർജറി നടത്താൻ പറ്റുന്ന സംവിധാനം ഇന്നുണ്ട്. ഓക്കെ, അല്ലാത്ത നിനക്ക് ചില ദേശത്ത് ചെന്നാലേ, ഇപ്പൊ നമ്മൾ ഈ സ്കാനിങ് മെഷീൻസും കടയിലെല്ലാം സാധാരണയല്ലേ, ഒരു സാധനത്തിന്റെയും പേരെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒന്നുമില്ലല്ലോ. കടയിൽ നിൽക്കുന്നവർക്ക് ഇന്ത്യയൊന്നും വില അറിയേണ്ട കാര്യമില്ലല്ലോ. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അങ്ങനെയൊക്കെ അല്ലേ, അങ്ങോട്ട് എടുത്തൊന്ന് അടിച്ചാ ഉടനെ അതിന്റെ വില വരില്ലേ. എന്നാൽ ചിലയിടത്ത് അത് പറയുന്ന മെഷീൻ ഉണ്ടല്ലോ. ഈ കണ്ണ് കാണാൻ മേലാത്ത ആളുകളും സാധനം വാങ്ങിക്കാൻ പോറുണ്ട്, വയസ്സരേ. അപ്പൊ അവർക്ക് ഇതെല്ലാം നോക്കി വെച്ച് പറയുന്നതെല്ലാം ശരിയാണോ എന്ന് അവർക്ക് അറിയത്തില്ലല്ലോ, നോക്കി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണ് കാണാൻ മേലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ചില ഈ സ്കാനറൊക്കെ ഇവർ കടയിൽ ഇരിക്കുന്നതിന് അങ്ങോട്ട് അടിച്ചോടനെ സാധനത്തിന്റെ പേരെന്താന്ന് പറയും, വില എന്താന്ന് പറയും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് 500 രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന പറഞ്ഞാൽ 500 രൂപ എന്ന് പറയും. അപ്പൊ ബാക്കി ഇത്ര രൂപ തരണമെന്ന് പറയും. എല്ലാം വർത്താനം പറയുന്ന സംവിധാനങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് ധാരാളം അല്ലേ. അപ്പൊ പിന്നെ ഇത് അന്നേരം വർത്താനം പറയാൻ അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് ഇന്നത്തെ ലോകത്തിന് ഇതെല്ലാം വളരെ സിമ്പിളായ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു കാര്യം. ഇന്നത്തെ ലോകത്തിൽ ഇതൊന്നും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്ത് ഇതിനെ കൊണ്ട് തന്നെ ഓർഡേഴ്സ് കൊടുപ്പിക്കും ആളുകളെ കൊല്ലിക്കാൻ. അങ്ങനെ ഇതിന് വലിയ പ്രവർത്തികൾ ചെയ്യാനുള്ള അധികാരം ആ മൃഗം കൊടുക്കും. പിന്നെ അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടും മാറും. മൃഗത്തിന്റെ ഓരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവരല്ലാതെ, മൃഗത്തിന്റെയോ പേരിന്റെയോ അല്ലെ, പേരിന്റെ സംഖ്യയോ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാരും ഈ മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കണം. ഇതേണ്ട ഒരു പ്രതിമ കണ്ടില്ലേ, ഓർമ്മയുണ്ടോ? ഇതുപോലുള്ള പുരാതന സംവിധാനങ്ങൾ. ഈ രാജ്യം ബാബിലോണാണെന്നല്ലേ പറഞ്ഞത്? ബാബിലോണിലെ പഴയ കാര്യം വല്ലതും ഓർമ്മയുണ്ടോ?
പ്രതിമ റൈറ്റ്. 3-ാം അധ്യായത്തിൽ ഒരു പ്രതിമ ഉണ്ടാക്കി ദൂരാസമഭൂമി നിർത്തിയില്ലേ? അതിനെയല്ലേ എല്ലാവരും നമസ്കരിക്കണമെന്ന് പറഞ്ഞത്? ഓക്കെ, പോസിബിളി അങ്ങനെ ഒരു സ്വപ്നം കണ്ടില്ലേ? 2-ാം അധ്യായത്തിൽ ഈ പുള്ളി ഒരു സ്വപ്നം കണ്ടില്ലേ? ആ സ്വപ്നത്തിന്റെ ഫലമായിരുന്നിരിക്കാം 3-ാം അധ്യായത്തിലെ പ്രതിമ. ഭയങ്കര ഒരു ഹ്യൂജ് ഫിഗർ അല്ലേ കണ്ടത്? ഗ്ലോറിയസ് ആയിട്ടുള്ള പരങ്കര ലോഹം കൊണ്ടുണ്ടാക്കിയ. അപ്പൊ അയാള് തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കി രാജ്യത്ത് നാട്ടി, നെബൂഖദ്നേസർ, ബാബിലോൺ രാജ്യത്ത്. അതിനെ നമസ്കരിക്കണമെന്ന് എല്ലാവരോടും കൽപ്പിച്ചു. നമസ്കരിക്കാത്തവരെ കൊല്ലിക്കാനും ഓർഡേഴ്സ് പുറപ്പെടുവിച്ചു പണ്ടത്തെ ബാബിലോണിൽ. ഇത് അതിന്റെ ഒരു ആവർത്തനമാണ്. പക്ഷെ ഉണ്ടാക്കുന്നത് അന്നത്തെ മൃഗത്തിന്റെ പ്രതിമയാണ്, ആ രാജാവിന്റെ പ്രതിമയാണ്, അന്നത്തെ ഭരണാധിപന്റെ പ്രതിമയാണ്. അപ്പോ വേറെ മതം താൻ അനുവദിക്കില്ല. എല്ലാ മതങ്ങളെയും ഈ രാജാവ് ബാൻ ചെയ്യും. അയാൾ കയറിപ്പറ്റുന്നത് വേറൊരു മതത്തിന്റെ സഹായത്തോടായിരിക്കും. പക്ഷേ എല്ലാറ്റെയും അയാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാളെ മാത്രമായ ഒരു ആരാധന അവിടെ ഉണ്ട്. അയാളാണ് പിന്നത്തെ ദൈവം. അയാളുടെ പ്രതിമ ഉണ്ടാക്കി എല്ലാവരും അയാളെ നമസ്കരിക്കണം എന്ന് നിർബന്ധമായ ഓർഡേഴ്സ് കൊടുപ്പിക്കും എന്ന് മാത്രമല്ല, അതിന്റെ ഏജൻസിനെ നിർത്തി മെയിൻ ഇയാൾ ഏജൻസ് വഴി ലോകം മുഴുവൻ അയാളെ നമസ്കരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തും എന്ന് മാത്രമല്ല, അതിന് വിധേയത്വം ഏക്കാൻ വേണ്ടി എല്ലാവരും ഇയാളുടെ അടയാളമുള്ള ഒരു മുദ്ര ഏൽക്കേണ്ടി വരും. ഇപ്പൊ വേറെ ചില രാജ്യങ്ങളിൽ പോയാൽ, ഇപ്പൊ അമേരിക്കൻ രാജ്യം, അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസിനും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്. എവിടെ പോയാലും ഈ നമ്പർ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് അപേക്ഷിക്കണമെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം. എന്തിനും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വേണം. ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അടിച്ചാൽ ആ ആളിന്റെ മുഴുവൻ വിവരവും കമ്പ്യൂട്ടറിൽ വരും. അതിന് ഓത്തറൈസ്ഡ് ഏജൻസീസിനെ ഒക്കെ ഉള്ളൂ. അവർ ഓത്തറൈസ്ഡ് ഏജൻസി അടിച്ചാൽ ഈ ഇൻഡിവിജ്വലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലോകത്തിലെവിടെയും ആ സിസ്റ്റത്തിൽ വരും. ആ ഒരു നമ്പർ ആ ഒരാളിനെ ഉള്ളൂ. അപ്പൊ അയാളെ എവിടെയും കൊണ്ടിട്ട് ട്രേസ് ചെയ്യാം, അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇതിന് പകരം ഇപ്പൊ നമ്പര് ഇയാളെ ഒരു നമ്പർ ഉണ്ടാക്കും. ഈ ഭരണാധിപൻ അയാളുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കും, ഒരു വേൾഡ് വൈഡ് സിസ്റ്റം ഉണ്ടാക്കും. ഇതൊറ്റ ലോകമല്ലേ? മറ്റൊരു രാജ്യത്ത് ഇതല്ല, എൻറ്റയർ വേൾഡിന് ഇയാളൊരു സിസ്റ്റം കൊണ്ടുവന്ന് ഓരോരുത്തർക്കും നമ്പർ അസൈൻ ചെയ്ത്, പക്ഷെ ബേസിക്കലി ഇതെല്ലാം അയാളുടേതാണ്. അയാളുടെ ഒരു നമ്പർ അസൈൻ ചെയ്ത് ഒന്നുകിൽ അയാളുടെ പേര് ഇല്ലെങ്കിൽ പേരിന്റെ സംഖ്യ, അങ്ങനെ ഒരു നമ്പർ ഇട്ട് ഓരോരുത്തർക്കും ഐഡന്റിഫിക്കേഷൻ കൊടുക്കും. ആ ഇത് ഇൻഡിവിജ്വൽ നമ്പേഴ്സിന്റെ കാര്യമല്ല, അത് ഇയാൾക്കുള്ള വിധേയത്വം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നമ്പർ, അല്ലാതെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിന്റെ കാര്യമല്ല ഈ പറയുന്നത്. പക്ഷെ ഈ ആളിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ ഒരു സീൽ. പണ്ടത്തെ കാലത്ത് സീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ സീൽ അടിച്ചാൽ എത്ര നേരം നിൽക്കും, കുളിക്കുമ്പോ പോവില്ലേ എന്നൊക്കെ പണ്ട് ചിന്തിക്കുമായിരുന്നു. കാരണം പണ്ട് മുദ്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രേ അറിയത്തുള്ളൂ. ഒരു റബ്ബർ സീൽ എടുത്ത് ഇപ്പൊ സ്റ്റാമ്പ് അടുത്തും കൊണ്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് കുളിച്ച് കഴിയുമ്പോൾ അങ്ങ് പോവില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്നത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. മനുഷ്യന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചെറിയ മൈക്രോ ചിപ്പ് മനുഷ്യന്റെ ശരീരത്ത് ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ലോകം മുഴുവൻ ടെസ്റ്റ് ചെയ്ത് അത് പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ലോകവ്യാപകമായി ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് റെഡി ടു ഗോ. ചെറിയൊരു ചിപ്പാണ്, അതിന് വലിയ ചിപ്പൊന്നും വേണ്ട. അത് സ്കിന്നിന്റെ അടിയിൽ വെച്ചാൽ മതി, അതിരിക്കുന്നത് പോലും ആരും അറിയില്ല. അത്രയ്ക്ക് ചെറിയ ഒരു ചിപ്പ് ഈ സ്കിന്നിന്റെ അടിയിൽ വെച്ചാൽ ഇപ്പൊ ഒത്തിരി കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന് മാത്രമല്ല, ഈവൻ ചില ടയർ കമ്പനികൾ ഇങ്ങനെ ചിപ്പ് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ടയർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണും. ഇതൊരു കുട്ടി ജനിച്ച ഉടനെ ഇംപ്ലാന്റ് ചെയ്താൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, എമർജൻസിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പൊ ആ കുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കാനും എടുക്കാനും ഒന്നും നിൽക്കേണ്ട കാര്യം ഇല്ല.
ഇപ്പൊ പൊതുവെ നമ്മുടെ രാജ്യത്ത് ഇരുന്ന് അധികം നേരം എടുക്കാറില്ലെങ്കിൽ ചില രാജ്യത്തൊരു ഡോക്ടറെ കാണാൻ പോയാൽ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് ഇയാൾ ഇങ്ങനെ ഹിസ്റ്ററി ചോദിക്കുകയായിരിക്കും. നമ്മുടെ ഹിസ്റ്ററി, അപ്പന്റെ ഹിസ്റ്ററി, അമ്മയുടെ ഹിസ്റ്ററി, പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം കൂടെ ചോദിക്കുകയായിരിക്കും. അങ്ങനെ ഒത്തിരി നേരം എടുക്കേണ്ടി വരും. അതേസമയം ഇങ്ങനൊരു കാര്യം വന്നാൽ അതൊന്ന് സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആളിന്റെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ, അയാളുടെ ജനറ്റിക്സ്, അയാളുടെ പേരൻസ്, അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്, വാട്ട് എവർ ഓൾ ദ ഡീറ്റെയിൽസ് ദാറ്റ് ആർ നീഡഡ് ഫോർ ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാം ഇതിനകത്തുണ്ടാവും. അങ്ങനെ സംവിധാനമുണ്ട്. കുട്ടികൾ ഇംപ്ലാന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം വരുന്നു, ഇയാളുടെ ഒരടയാളമുള്ള ഒരു ചിപ്പ്. ഇപ്പോഴത്തെ നമുക്കറിയാവുന്ന അറിവിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാണ്, ഇപ്പൊ തന്നെ ഇത് ക്ലിയർ ആണ്. ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടെങ്കിലേ ആളുകൾക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാനും ഒക്കെയുള്ളൂ, വിൽക്കാനും ഒക്കെയുള്ളൂ. അല്ലാതെ നമ്മുടെ പണ്ടേ റേഷൻ കാർഡ് കൊണ്ട് പോകാനൊക്കത്തില്ല. റേഷൻ കാർഡ് കൊണ്ട് പോയാൽ നിങ്ങളുടെ കാർഡ് വേറെ ആർക്കും കൊണ്ടുപോയിക്കൂടെ? ഇല്ലേ? ഇതാരും അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അതായത് ഇൻഡിവിജ്വലിനെ റേഷൻ കൊടുക്കുള്ളൂ. ആ ഇൻഡിവിജ്വൽ റേഷൻ വേണമെങ്കിൽ ഇയാളുടെ ഈ ഐഡന്റിഫിക്കേഷൻ വേണം. അയാളുടെ ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെ ആർക്കൊക്കില്ല. ഈവൻ ഈ പറയുന്ന സംഖ്യ 666 എന്ന സംഖ്യ ഇന്ന് ലോകവ്യാപകമായി അക്സെപ്റ്റഡ് ആയിട്ട് ധാരാളം ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിപ്പോഴേ ഉണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ സംവിധാനം ലോകത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അതിന്റെ പേര് തന്നെ ബീസ്റ്റ് എന്നാണ്. മൃഗം എന്നാണ് അതിന്റെ പേര് തന്നെ. ഞാൻ പറഞ്ഞത് ഇപ്പോഴുണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ മൃഗം വരുമ്പോഴുണ്ടായിരുന്ന ഒരു സംവിധാനമാണത്, അയാളുടെ സംവിധാനമാണ്. അപ്പൊ അതിന് പ്രീവിയസ് ഹിസ്റ്ററീസ് ഒന്നും വാസ്തവത്തിൽ അത്യാവശ്യം ഇല്ല. എങ്കിലും ഈ പറയുന്ന കാര്യം ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഗ്രഹിക്കത്തക്കവണ്ണം വിശ്വസിക്കത്തക്കവണ്ണം ഓൾറെഡി നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇന്നിതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. ഞാൻ 72 വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയായിരുന്നു. കാരണം ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതികളും കണ്ടുപിടുത്തങ്ങളും ഒന്നും അന്നുണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അന്ന് പല പല ചോദ്യങ്ങളാണ്. ഒരിടത്ത് ഞാൻ ചെന്നപ്പോഴ് ഞാനിങ്ങനെ കൽമഴ പെയ്യുമെന്ന് പ്രസംഗിച്ചു. അപ്പൊ ആ യോഗത്തിൽ ഇരുന്ന ആളല്ല, അപ്പുറത്തിരുന്ന ഒരുത്തൻ ആക്ഷേപിച്ച് പറഞ്ഞു, എന്തോന്ന് കൽമഴ, ഇയാക്കന്ന ഇവന് വട്ടാണോ എന്നും പറഞ്ഞ് അവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. പിറ്റേ ആണ്ടിൽ കൽമഴ പെയ്തു, അയാളുടെ വീട്ടിൽ മാത്രം പെയ്തു, വേറെ ഒരിടത്തും പെയ്തില്ല. അപ്പ അയാൾ വിളിച്ചു പറഞ്ഞു, അയ്യോ കഴിഞ്ഞ ആണ്ടിൽ ഇങ്ങേര് വന്ന് പ്രസംഗിച്ച കാര്യം ശരിയാണ്, അയാളുടെ പെരയുടെ മണ്ടയ്ക്ക് മുട്ടം കല്ല് വന്ന് വീണു. അപ്പൊ അത്രയൊക്കെ വേണമായിരുന്നു. ഇന്നിപ്പോ റെഡിയല്ലേ? ഞാൻ പറഞ്ഞതേ, ഈ വേദപുസ്തകം എന്ന് പറയുന്നത് കാലാതീതമായ ഒരു പുസ്തകമാണ്. ഇതൊരു പുരാതന ഭാഷയിൽ എഴുതിയെങ്കിലും എഴുതിയത് ഇന്നത്തെ ഭാഷയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്ന് മാത്രം. എന്നാൽ ഇന്നത്തെ ഭാഷയിൽ ഇത് വ്യാഖ്യാനിച്ചു കൊടുത്താൽ ഒരൊറ്റ ശാസ്ത്രജ്ഞനും ഇതിനെ നിഷേധിക്കാൻ പറ്റാതെ വണ്ണം ശാസ്ത്രം പുരോഗമിക്കും തോറും ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുകയാണ്, വ്യാഖ്യാനിക്കാൻ കൂടുതൽ സൗകര്യം ഉണ്ടാവുകയാണ്. അല്ലാതെ സുവിശേഷ പ്രസംഗികൾ ശാസ്ത്രത്തിന്റെ പുരോഗതി കണ്ട് എങ്ങും ഒളിച്ചു പോകേണ്ടവരല്ല. നേരെ നിവരെ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ കഴിയും, കണ്ടില്ലേ ലോകമേ, നിങ്ങളുടെ പുരോഗതി കണ്ടില്ലേ, നിങ്ങൾ ഇപ്പോഴാണ് ഇത് കണ്ടെത്തിയത്, പക്ഷെ ഇത് മുഴുവൻ ഉണ്ടാക്കിയ ദൈവം പണ്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ചു പറയത്തക്കവണ്ണം ആധികാരികമായ ഗ്രന്ഥമാണ് ഈ വേദപുസ്തകം. അപ്പൊ ഇന്നത്തെ ലോകത്തിന്റെ സംവിധാനത്തിൽ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സൗകര്യമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ അന്ന് ഇയാളുടെ മുദ്രയില്ലാത്ത ഇത് മൃഗമായിട്ട് കാണിച്ചിരിക്കുന്നെങ്കിൽ ആളാണ്. ഓക്കെ. ഈ ഭരണാധികാരി ഇത് അയാളുടെ മത നേതാവ്. ഇവർ രണ്ടുപേരും പ്ലസ് ഇയാളും കൂടെ ചേർന്നാണ് പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ. കാരണം അഭിഷേകം കൊടുത്ത ഇയാളാണ്, ശക്തി കൊടുത്തത് ഇയാളാണ്. അപ്പൊ ഇവര് 3 പേരും കൂടിയുള്ള ഈ പ്രവർത്തനത്തിൽ ഇയാളുടെ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി കൊണ്ടെത്തിക്കുന്നു. അത് മുഴുവൻ ഈ മതാധിപൻ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ. ബാക്കി അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ മഹ്യാദിയും ആക്കുന്നു. ഓക്കെ. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. അത് ഗണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ സംഖ്യ തെളിച്ചങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ സംഖ്യ 666. ഓക്കെ. അത്ര വിശദീകരണം തൽക്കാലം അതിന് ആവശ്യമുള്ളൂ. ഇയാളുടെ പേര് കള്ളപ്രവാചകൻ. നമ്മള് വീണ്ടും
19 അധ്യായത്തിലേക്ക് വരികയാണ്. 19 അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ നിന്നാണല്ലോ നമ്മൾ ഇവിടോട്ട് വന്നത്, ഇല്ലേ? ഒന്നുകൂടെ വായിച്ചോളൂ. അത് 19 അധ്യായത്തിൽ നമ്മൾ വായിച്ചു വന്ന ഭാഗം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. നമ്മൾ പറഞ്ഞത് അർമ്മഗദോനിൽ ഒത്തുകൂടി. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും അയാളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. മറ്റേടത്ത് കള്ളപ്രവാചകൻ എന്ന പേര് പറഞ്ഞിട്ടില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് 13 അധ്യായത്തിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ വരുമ്പോ പേര് തെളിച്ച് പറയുകയാണ്. എന്താണ്? ഇതെല്ലാം ചെയ്യിച്ച കള്ളപ്രവാചകനെയും. കള്ളപ്രവാചകൻ എന്ന് പറയാൻ കാരണം വേഷം കണ്ടാൽ ആടിന്റെ വേഷം, ദൈവത്തിന്റെ ആളാണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി ആള് ഈ സാത്താന്റെ ആളാണ്, മഹാസർപ്പത്തിന്റെ ആളാണ്. അതാണ് കള്ളപ്രവാചകൻ എന്ന് വിളിക്കാൻ കാരണം. കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇവരെ രണ്ടുപേരെയും, അപ്പൊ ഭരണാധിപനെയും അയാളുടെ മതത്തിന്റെ അധിപതിയെയും. ഇയാളുടെ സ്വന്തം മതമാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ ഇയാള് ബാക്കി മതങ്ങളെ എല്ലാം കംപ്ലീറ്റ്ലി ബാൻ ചെയ്യും. ഭൂമിയിൽ വേറൊരു മതം അനുവദിക്കില്ല. അപ്പൊ ഇയാളുടെ മതത്തിന്റെ അധിപനായി ഇവരെ രണ്ടുപേര്, ഇവരാണ് അന്നത്തെ ടോപ്പ് ലീഡേഴ്സ് ഭൂമിയിൽ നിൽക്കുന്നത്. ഒരാള് റിലീജിയസ് ലീഡർ, ഒരാള് പൊളിറ്റിക്കൽ ലീഡർ, മറ്റൊരാള് റിലീജിയസ് ലീഡർ. ഇവരെ രണ്ടുപേരെയും നേരെ പിടിച്ച് നിത്യമായ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. വന്ന ഉടൻ നേരെ എതിരായിട്ട് നിൽക്കുകയല്ലേ, വിസ്താരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, യുദ്ധമൊന്നും പറഞ്ഞ് നിൽക്കുകയല്ലേ. അതുകൊണ്ട് നേരെ പിടിച്ച് അവരെ ഫൈനൽ ജയിലിലേക്ക് ഇടും. എവിടേക്ക് തള്ളിയിടും? തീപ്പൊയ്കയിൽ, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിയിടും. അത് നമുക്ക് രാത്രി പറയാം. ഓക്കെ, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയൊക്കെ അറിയാം. അതിന്റെ കാര്യങ്ങളെല്ലാം പിന്നെ പറയാം. ഓക്കെ, ശേഷിച്ചവരാരാണ്? 2 ലീഡേഴ്സിനെ മാത്രമേ ഇപ്പൊ മാറ്റിയുള്ളൂ. ബാക്കി സൈന്യമുണ്ട്, മുഴുവൻ സൈന്യം അവിടെ നിൽക്കുകയാണ്. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വാൾ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവന്റെ വചനം. എപ്പോഴാണ്? 4:12. അവന്റെ വചനം. അത് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചത്തു വീഴും. അതിന് വലിയ കാര്യമൊന്നും വേണ്ട. ചുമ്മാ ഒരു ഉദാഹരണം വളരെ ലളിതമായിട്ട് ഞാനങ്ങ് പറഞ്ഞാലേ, ഇപ്പൊ ഈ ജനം എല്ലാം കൂടി ഹർമ്മഗദോനിൽ ഇങ്ങനെ ഒന്ന് ചൂണ്ടിരിക്കുക, മെഗിദ്ദോനിൽ കൂടിയിരിക്കുക. ദൈവം ഒരു വാക്ക് പറയുകയാണെന്നിരിക്കട്ടെ, 15 മിനിറ്റ് നേരത്തേക്ക് മെഗിദ്ദോ താഴ്വരയിലേക്ക് ഓക്സിജൻ ഫ്ലോ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ ഒറ്റ ഒരെണ്ണം ബാക്കി ഉണ്ടാവുമോ? കൊടുങ്കാറ്റും വേണ്ട, ഭൂമി കുലുക്കവും വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ദൈവം പറഞ്ഞ പോലെയല്ലേ നടക്കുള്ളൂ. എന്താന്ന് നീ അറിയില്ല. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ ഫൈനൽ നല്ല എന്റെ അർത്ഥം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞ് സൈന്യം മുഴുവൻ ചത്തു വീഴും. അവരുടെ മാംസം പക്ഷികൾ തിന്നും. കുഴിച്ചിടാൻ സൗകര്യമില്ലെന്നേ. എല്ലാ ലോകത്തിലുള്ള മുഴുവൻ പക്ഷി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അന്നത്തേക്ക് വിളിച്ച് അവിടെ വലിയ വിരുന്നൊരുക്കിയിരിക്കുന്നു പറഞ്ഞ് ഈ മാംസം തിന്നുന്ന എല്ലാത്തിനും അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അവരെല്ലാം കൂടെ തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. അങ്ങനെ ദേഷ്യം ക്ലിയർ അപ്പ് ചെയ്യും. ബാക്കി അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും. അങ്ങനെ സൈന്യം തീർന്നു. ലോകത്തിൽ പിന്നെ ഒരു സൈന്യം ഇല്ല, രാജാവില്ല, സൈന്യമില്ല. മുഴുവൻ ലോക രാജ്യത്വങ്ങളും അവസാനിച്ചു. കണ്ടില്ലേ 7-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്താണ്? വയോധികനായ ഒരുത്തൻ ഇരുന്നു, ന്യായവിസ്താര സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ഈ കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം മൃഗത്തെ കൊന്ന് അതിന്റെ ഉടൽ തീയിലിട്ട് ചുട്ടുകളഞ്ഞു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഈ സംഗതികളെല്ലാം അവിടെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാനുണ്ട്. 18-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 18-ാം അധ്യായത്തില് ഈ ഫൈനലി ബാബിലോൺ ക്യാപിറ്റൽ സിറ്റിയുടെ നാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. 18-ാം അധ്യായം വേഗം കൊടുത്തൊന്ന് വായിച്ചോളൂ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അതിന്റെ മേലത്തെ അധ്യായത്തിൽ ഈ 16-ാം അധ്യായത്തിനൊടുവിൽ 7-ാമത്തെ ക്രോധകലശം ഒഴിച്ച കാര്യം പറഞ്ഞപ്പോ പറയുന്നത് ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം ഓർമ്മയുണ്ടോ? മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധി ഓർത്തു. 7 കലശമല്ലേ ഒഴിക്കുന്നത്. അപ്പൊ അവസാനത്തെ പോലെ അലങ്കാര ഭാഷയെ പറഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടെ മട്ടാണ് ഇരിക്കുന്നത്. അത് ഡോസ് കൂടിയതാണ്. അത് കൊടുക്കുന്ന ആർക്കാണ്? ബാബിലോനാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ചു. 20-ന്റെ 1 മുതൽ
അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. ഒരു വലിയ അധികാരമുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് ഇതാണത്. നമ്മൾ 12-ാം അധ്യായത്തിൽ പറഞ്ഞത് ആരാണ്? ഇയാളെ പിടിച്ച് 1000 ആണ്ടയ്ക്ക് ചങ്ങലയിട്ട് ഇവിടെ കൂപത്തിൽ, ഇത് പാതാളത്തിന്റെ അടുത്തിട്ടാണ്, ഇവിടെ കൊണ്ടുപോയി 1000 ആണ്ടയ്ക്ക് ഇയാളെ ജയിലിലിടും. ഓക്കെ, എന്തിന്? ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരെ കൊണ്ടും പാപം ചെയ്യിക്കരുത്. ഇയാളുണ്ടെങ്കിലേ പാപമുള്ളൂ. ഇയാളാണ് എല്ലാ പാപത്തിനും കാരണക്കാരൻ. മനുഷ്യർക്ക് നല്ലവരായി ജീവിക്കാനാണ് ഇഷ്ടം, അല്ല മോശമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരൊന്നുമില്ല. ഇനി അവർക്ക് ആഗ്രഹം ഉണ്ടായ പോലെ ഇയാൾ ഉണ്ടാക്കുന്ന ആഗ്രഹം. ഇയാളെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും മര്യാദക്കാരാവും. അപ്പൊ 1000 ആണ്ടയ്ക്ക് അയാളെ പിടിച്ച് ജയിലിലിടും. അതിന് മീതെ 1000 ആണ്ട് കഴിയുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്യും. സീൽ ചെയ്യും. ഇയാൾക്ക് പുറത്തു വരാനുള്ള അവകാശം ഇല്ല. ഇപ്പൊ അയാൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. പക്ഷെ അന്ന് അധികാരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 9-ാം അധ്യായം പറഞ്ഞപ്പോ പാതാളത്തിൽ നിന്ന് ഒരു കൂട്ടം ദൂതന്മാരെ പുറത്തിറക്കി വിട്ടത്. ഓക്കെ, അപ്പൊ അന്ന് ഇയാളെ പൂട്ടുന്നതോടുകൂടെ ഇയാളുടെ ഡിപ്പാർട്ട്മെന്റ് മൊത്തം അതിനകത്തായി പോകും. പിന്നെ അവർക്ക് ആർക്കും സഞ്ചരിക്കാനുള്ള അധികാരം 1000 ആണ്ടയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ ഒരു ദുർഭൂതങ്ങളും ഉണ്ടാവില്ല, അതിന്റെ യാതൊരു മന്ത്രവാദങ്ങളും ഉണ്ടാവില്ല, ഒരു സംവിധാനങ്ങളും ഉണ്ടാവില്ല. എല്ലാം 1000 ആണ്ടയ്ക്ക് സീൽഡ്, കംപ്ലീറ്റ്ലി ബാൻഡ് ആൻഡ് സീൽഡ്. അത് പാതാളത്തിൽ കൊണ്ടുപോയിടും എന്ന് പറഞ്ഞാൽ ആ സർഫേസിൽ വരാൻ അനുവദിക്കാതെ ഇതിന്റെ സകല ശക്തിയെയും അവിടെ പരിമിതപ്പെടുത്തും. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവരാജ്യ സ്ഥാപനമല്ലേ? പുസ്തകത്തിന്റെ മുഴുവൻ ചിന്തയും എന്ന് പറയുന്നത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. അപ്പൊ നമ്മളിപ്പോ അതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട് പറയാൻ 18-ാം അധ്യായത്തിൽ നിന്നാണ് ഈ പോക്ക് പോയത് അല്ലേ? അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി മഹദിയാം ബാബിലോൺ വീണുപോയി. 17-ാം അധ്യായത്തിൽ നമ്മളൊരു ബാബിലോണിനെ കണ്ടു. അത് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മൃഗം. പക്ഷേ മൃഗം ഉണ്ടെങ്കിലും അതിന്റെ പുറത്തൊരു സ്ത്രീ ഇരുന്നു. അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല അല്ലേ? അതാ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം. ബാക്കി ഒന്നും എടുത്തോളൂ, അത് പറഞ്ഞിട്ട് പോകാം. 17-ാം അധ്യായത്തില് അവർ കുഞ്ഞാടിനോട് പോരാടും. അത് കഴിഞ്ഞിട്ട് അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അത് നമ്മൾ പറഞ്ഞു. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മനുഷ്യരാണ്. ബാക്കി നീ കണ്ട 10 കൊമ്പ് മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി. സ്ത്രീയുടെയും മർമ്മം പറഞ്ഞുതരാന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? മൃഗത്തെയാണ്. സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ല. സ്ത്രീ ഇതിന്റെ പുറത്തിരിക്കുന്നു. അപ്പൊ അവളാണ് അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, മൃഗത്തെ. അതേസമയം ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മൃഗമാണ്. ഓക്കെ, ഇവിടുത്തെ ചിന്ത എന്നാണത്? ഇവിടെ ഭരണാധിപൻ, ഇത് അതിന്റെ മത നേതാവ്. മതമാണ് പലപ്പോഴും കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഇയാളുടെ സ്വന്തം മതമാണ്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് കൺസിഡറബിൾ ആയിട്ടുള്ള സ്ഥാനം ഉണ്ട്. ഇത് മതത്തിന്റെ അധിപനാണ്. ഓക്കെ, ഈ സ്ത്രീ ബാക്കി എന്ത് ചെയ്യുന്നു? അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കും. ഇവളെ ഈ മൃഗവും ഭൂരാജാക്കന്മാരും, ഈ മൃഗം ഇവളെ നിലത്ത് തള്ളിയിടും. അവളുടെ ഭൂരാജാക്കന്മാരും ഇവളെ ദ്വേഷിക്കും. ഇവളുടെ മാംസം തിന്നുകളയും എന്ന് പറഞ്ഞാൽ ഇതിനെയും ഇല്ലാതാക്കും. ഒരു കാലത്ത് ഇത് സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒരു കാലത്ത് നേരത്തെ ഇതിനെ ഭരിച്ചിരുന്ന ഒരു മതമാണിത്. പക്ഷേ ഒരു സമയം വരുമ്പോ അതിനെ നിലത്ത് തള്ളിയിട്ടാണ് ഇയാൾ സ്വന്തം മതം സ്ഥാപിക്കുന്നത്. ഈ മതസംവിധാനത്തെയാണ് ഈ സ്ത്രീ ചൂണ്ടിക്കാണിക്കുന്നത്. ഇയാള് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മതസമ്പ്രദായം, ഈ മൃഗമല്ല, ഇയാൾ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മതസമ്പ്രദായം പ്രീവിയസ്ലി. പക്ഷെ അതിനെ ഇയാൾ ആധിപത്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നിലത്ത് തള്ളിയിട്ട് നശിപ്പിക്കും. നശിപ്പിച്ച് കൊന്നുകളയും. അപ്പൊ ഇതാ മതത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്.
ഇവർക്ക് എന്താ പേരെഴുതിയിരുന്നത്? ഇവർക്കൊരു പേരുണ്ടായിരുന്നുവല്ലോ. 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞില്ലേ? മർമ്മം, മഹദിയം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊണ്ട് മുഴുവൻ സത്യ ദൈവത്തെ സേവിക്കാൻ സമ്മതിക്കാതെ തെറ്റിച്ച് കളയുന്ന ഒരു മതം. അതാണ് അതിന്റെ അർത്ഥം. അതായത് അക്ഷരാർത്ഥത്തിലെ വ്യഭിചാരം എന്നല്ല അതിന്റെ അർത്ഥം. ആത്മഭാഷയിൽ ദൈവത്തെ വിട്ടുപോകുന്ന എല്ലാത്തിനും പറഞ്ഞിരുന്ന പേര് വ്യഭിചാരം എന്നാണ്. ഇസ്രായേലിനോട് വളരെ കർശനമായിട്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് മറ്റു ദൈവങ്ങളെ സേവിച്ചപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഈ മതസംവിധാനത്തെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളയും. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇയാളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മതമാണ്, അല്ലാതെ വ്യക്തിപരമായ ഒരു സ്ത്രീ അല്ലത്. ഇറ്റ്സ് എ സിസ്റ്റം, ഇറ്റ്സ് എ റിലിജിയസ് സിസ്റ്റം. അതിനെ നിലത്ത് തള്ളിയിട്ട് നശിപ്പിച്ചിട്ടാണ് ഇയാൾ തന്റെ മതം സ്ഥാപിച്ചതെല്ലാം ചെയ്ത ഭൂരാജാക്കന്മാരും അതിനെ നശിപ്പിച്ചു കളയും. ബാക്കി ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അത് രാജാക്കന്മാരുടെ കാര്യം. ഓക്കെ, അപ്പൊ സ്ത്രീയെ കുറിച്ച് അത്രയും വ്യാഖ്യാനമേ പറയുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അയാളെ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന മതസമ്പ്രദായമാണ് ഈ സ്ത്രീ, അയാളുടെ മതമാണ്. അതായത് അയാൾ നശിപ്പിച്ചു കളയും. ഇനി 18-ാം അധ്യായത്തിലേക്ക് ആ പേര് പറയാൻ വേണ്ടി വന്നതാണ്. അതിന്റെ പേര് മർമ്മം, മഹദിയം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നായിരുന്നു. 21-ാം അധ്യായത്തിൽ വരുമ്പോഴേ അതങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അവരൊരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ 21-ാം അധ്യായത്തിൽ കുഞ്ഞാട്ടിന്റെ കാന്തയെ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ? കാന്തയെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തത് എന്താണ്? പുതിയ യെരൂശലേം എന്ന നഗരമല്ലേ? അപ്പൊ അതിന് വിപരീതമായി നിൽക്കുന്ന ഇത്, അത് ക്രിസ്തുവിന്റെ കാന്ത, ഇത് അന്തിക്രിസ്തുവിൻ്റെത്. നേരത്തെ സപ്പോർട്ട് ചെയ്തത് ഭൂരാജാക്കന്മാരുടെ ആധിപത്യമുള്ള മഹാനഗരം ബാബിലോൺ, ആ റിലിജിയസ് സിസ്റ്റം എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ്. ഒന്ന് ദൈവത്തിൻ്റെത്, ഇതൊന്ന് അന്തിക്രിസ്തുവിൻ്റെത്. ഗോഹൻ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് മഹദിയം, മർമ്മമൊന്നില്ല. മർമ്മം, മഹദിയം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. നല്ല പേര് മഹദിയം ബാബിലോൺ. ഓക്കെ, അവൻ ഉറക്ക വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയം ബാബിലോൺ വീണുപോയി, ദുർബോധങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പീൻ. അവൾ കലക്കിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പീൻ. അതൊക്കെ ഓരോ പ്രഖ്യാപനങ്ങളാണ്. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പീൻ. രാജ്ഞിയായിട്ട് അവൾ ഞാനിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. ഒറ്റ ദിവസത്തിൽ തന്നെ അവൾക്ക് വരും. നമുക്ക് വരാൻ പോകുന്ന നാശം ഒറ്റ ദിവസം കൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റേ സ്ത്രീയുടെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. മൃഗവും ഭൂരാജാക്കന്മാരും നിലത്ത് തള്ളിയിട്ട് കൊന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവളെ തീയിലിട്ട് ചുട്ടുകളയും. കണ്ടില്ലേ? അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളെ ന്യായം വിധിച്ചത് ദൈവമാണ്, മൃഗവും ഭൂരാജാക്കന്മാരും അല്ല. 17-ാം അധ്യായത്തിൽ മഹദിയം ബാബിലോണിനെ നശിപ്പിച്ചത് മൃഗവും ഭൂരാജാക്കന്മാരുമാണ്. എന്നാൽ ഇവളെ 18-ാം അധ്യായത്തിൽ പറഞ്ഞ മറ്റേതല്ല. ഇത് വ്യത്യാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പേര് തന്നെ വ്യത്യാസമാണ്. സ്വല്പം സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിലും പേര് രണ്ടും രണ്ടാണ്. ഓക്കെ, അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോട് കൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം, അവളുടെ പീഡ കണ്ടിട്ട് ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചുകൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് വ്യാപാരികൾ ഇതിന്റെ ന്യായവിധിയും അതിന്റെ പുകയും കാണുമ്പോ നെഞ്ചത്തടിച്ചോണ്ട് പറയും, അയ്യോ അയ്യോ ബാബിലോനേ, നിന്റെ സമ്പത്തെല്ലാം ഒരു ദിവസം കൊണ്ട് പോയിപ്പോയല്ലോ. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, ഇനി കേൾക്കും, പൊന്ന്,
വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകല സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും, ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം. കണ്ടില്ലേ, ഇത് മിക്കതും ഇന്ത്യയിൽ നിന്ന് പോകണ്ടല്ലേ അല്ലേ? ഏലം, ധൂപവർഗം, ലവംഗം, പിന്നെ ധൂപവർഗം, ഓക്കെ, മൂര്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേര്യമാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക്. ഇത് മുഴുവൻ വിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന്. ഇത് ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ സിറ്റിയാണ്. ലോകത്തിലെ ഒരു ഭയങ്കര പട്ടണം, ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ സിറ്റി ഇൻ ദ വേൾഡ്. ലോകത്തിലെ എന്തോ സാധനം വാങ്ങിക്കാനും അവിടെ പോയാൽ മതി. അങ്ങനെ വലിയൊരു പോർട്ടായിരിക്കും ഇതെന്ന്. അത് പണ്ടത്തെ കാലത്ത് തിരിയാത്ത സാധനങ്ങൾ വരെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തിന് തിരിയും. കണ്ടില്ലേ, മനുഷ്യദേഹം, മനുഷ്യ പ്രാണൻ എന്നീ ചരക്കുകൾ വരെ അവിടെ ഇനി ആരും കിട്ടും. അല്ലെ, അത് കിട്ടും അവിടെ ആ സമയത്ത്. ഇതിപ്പോ അന്ന് നശിപ്പിക്കുമ്പോഴാണ് ഇനി ആരും വാങ്ങാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ പട്ടണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ക്ലോണിങ്ങും ഒക്കെ തുടങ്ങിയതിന്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? പുതിയ ആളെ ഉണ്ടാക്കാൻ എന്നതിനേക്കാൾ സ്പെയർ പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞിട്ട് തിരിഞ്ഞില്ല? സ്പെയർ പാർട്ട്. ഇന്നിപ്പോ ഓരോരോ പാർട്ട് ഒരാളിൽ നിന്ന് എടുക്കണമെങ്കിൽ, പലതും എടുക്കണമെങ്കിൽ ഒരു ചത്തെങ്കിലും എടുക്കാൻ പറ്റുള്ളല്ലോ. ഇപ്പൊ കിഡ്നി എടുക്കുന്ന ഒന്നങ്ങെടുത്ത് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കാം. എന്നിരിക്കലും ബാക്കി പലതും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഈവൻ ഒരു കൊമേഴ്ഷ്യൽ വ്യവസ്ഥിതിയിൽ സാധനങ്ങളാക്കാം എന്നും പറഞ്ഞല്ലേ ഈ ക്ലോണിങ്ങും കാര്യങ്ങളും എല്ലാം വ്യാപകമാക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യ ദേഹം, ബോഡി പാർട്സ് കിട്ടുന്നൊരു വലിയ പട്ടണം. പിന്നെ മനുഷ്യ പ്രാണൻ. ഇന്ന് ലോകത്തിൽ ഇപ്പൊ തന്നെ നിലവിലില്ലേ ഇത്ര ഐക്യമുള്ളൊരു കുട്ടിയെ വേണം എന്ന് തീരുമാനിച്ചാൽ, ഒരു പുരുഷനും സ്ത്രീയും കൂടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഇത്ര ഐക്യമുള്ള കുട്ടി വേണമെന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. ജനിച്ചത് ജനിച്ചു. ചിലപ്പോ ബുദ്ധി കൂടിയെന്നിരിക്കും. വലിയ മുടുക്കര് ആളുകൾക്കും ബുദ്ധി ഇല്ലാത്ത പിള്ളേർ ജനിച്ചിട്ടില്ലേ? അറിയില്ലേ? അങ്ങനെ ഭയങ്കര മിടുക്കൻ അപ്പനും അമ്മയും ജനിച്ച പിള്ളേർക്ക് തലച്ചോറ് വേണ്ടത്തിലില്ലാത്ത പിള്ളേർ ജനിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്തിൽ ഇന്ന് ഇങ്ങനെ സംവിധാനം ഇല്ലേ? ഇത്ര ഐക്യമുള്ള കുട്ടി വേണമെന്ന് ഓർഡർ കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ച് കേട്ടിട്ടില്ലേ കാര്യങ്ങൾ? അതന്നെ, ലോകത്തിൽ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കാലം ഇന്ന് വന്നിരിക്കുകയാണ്. ആ സിസ്റ്റം ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യ പ്രാണനും പറയുന്ന ക്വാളിറ്റിയിൽ പെട്ടത് എല്ലാം സക്സസ് ആവണം. ഇത് ഉള്ളത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്തേക്ക് ചേരുന്ന കാര്യം വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവനും വിൽക്കുന്ന ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ സിറ്റി ആയിരുന്നു എന്ത്? ഈ ബാബിലോൺ. നമ്മൾ പറഞ്ഞില്ലേ, ഈ പട്ടണത്തെ ഒന്നുകൂടെ ദൈവത്തിന് ഉദ്ധരിച്ചുകൊണ്ട് വരണം, ഈ രാജ്യത്തെ ഒന്നുകൂടെ കൊണ്ടുവരണം. ഈ രാജ്യത്തെ കൊണ്ടുവരാനുള്ള കാരണം നമ്മൾ പറഞ്ഞു. പണ്ട് ഇത് ചെയ്ത റോൾസ്, ദൈവത്തോടുള്ള ഇതിന്റെ മത്സരം, അതിന് പ്രതികാരം കൊടുക്കണം. അതിനെ വെറുതെ വിടാൻ പറ്റില്ല. ഓരോ മനുഷ്യനും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കേണ്ടതാണ്. അപ്പൊ ലോക ചരിത്രത്തിൽ വളരെ ദോഷം ചെയ്ത ഒരു സിസ്റ്റമാണിത്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരിക്കൽ കൂടി അങ്ങനെ സാമ്രാജ്യത്തെ രംഗത്ത് കൊണ്ടുവന്നിട്ട് വേണം ഈ ന്യായവിധി നടത്താൻ. അങ്ങനെ അതിനെ കൊണ്ടുവരും. ഇത് പിന്നെ ഒരിക്കലും വാങ്ങില്ല എന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് നാശം ഉണ്ടാവും. ബാക്കി നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്ക് പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന്. കണ്ടില്ലേ, ഇതെല്ലാം വിറ്റഴിച്ച് ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് തന്നെ ലോകത്തിൽ കുറെ ഫ്രീ പോർട്ട്സ് ഉണ്ട്. ഈ അന്തർദേശീയ യാത്രക്കാര്, ഈവൻ എയർക്രാഫ്റ്റിലൊക്കെ പോകുന്നവര് ചില പോർട്ടിൽ ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി കുറെ സാധനം വാങ്ങിക്കുക, അല്ലെ കുറച്ച് 2 ദിവസം ഇറങ്ങി അവിടെ താമസിച്ച് സാധനം വാങ്ങിച്ചോണ്ട് പോകും. ഇന്നത്തെ കാലത്ത് ദുബായ് അങ്ങനെ ഒരു കേന്ദ്രമാണ്. അന്തർദേശീയ യാത്രക്കാർ ദുബായ് വഴി ടിക്കറ്റ് എടുക്കും. ടിക്കറ്റ് എടുത്ത് വിസയും കിട്ടും ദുബായിൽ ഇറങ്ങാൻ. ഒരാഴ്ച തന്നെയല്ല, ഭയങ്കര ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ ഇപ്പം കേട്ടിട്ടില്ലേ? ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഇവിടെയും പരസ്യങ്ങളൊക്കെ വരാറുണ്ട്. ആണ്ടിലൊരിക്കൽ ഭയങ്കര സ്പെഷ്യൽ ഫെസ്റ്റിവൽ ഒക്കെ വരും. അപ്പൊ അങ്ങനെ പോയി സാധനം വാങ്ങും. സിംഗപ്പൂർ ഇതുപോലെ ഒരു കേന്ദ്രമാണ്. എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് ഇതൊരു മേജർ പോർട്ടായിരിക്കും, ഒരു ഫ്രീ പോർട്ട്.
ആളുകൾ പോകുന്ന വഴിക്ക് സാധനം വാങ്ങുന്നത്, കപ്പൽക്കാർ അവിടെ നിർത്തി സാധനം വാങ്ങുന്നത്, സാധനം വിൽക്കുന്നത്, ഇങ്ങനെയുള്ള ഭയങ്കര പോട്ടായിരിക്കും. ബാക്കി അവൾക്കുള്ള പീഡ ഭയപ്പെട്ട ദൂരത്ത് കൂടി കൊണ്ടെത്തിക്കുന്നത് ലോകരാജ്യത്വങ്ങൾക്ക്, ഭരണങ്ങൾക്ക്, മാനുഷിക ഭരണങ്ങൾക്ക് അവസാനം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിലേക്കാണ് മുഴുവൻ കാര്യത്തെയും കൊണ്ടു നിർത്തുന്നത്. ആമേൻ. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത രാജ്യത്വം സ്ഥാപിക്കും. അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം ഉണ്ടാവും. 12-ാം അധ്യായം 12-1 മുതൽ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. ഓക്കെ, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. ലിസൺ, കെയർഫുള്ളി ലിസൺ ചെയ്തോണം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുകയായി. ഒരു സ്ത്രീ. എന്താണ്? സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഓക്കെ, പറഞ്ഞോളൂ. അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് വരച്ചിട്ടില്ല, അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. പിന്നെ അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള ഒരു കിരീടവും ഉണ്ടായിരുന്നു. ഒരു ദർശനമാണ്, സ്വർഗത്തിൽ കാണുന്ന ഒരു ദർശനമാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടി അല്ല, മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലും അതിനകത്തും കുറെ ഉപദേശങ്ങൾ ആളുകൾ കുത്തിത്തിരിക്കുന്ന ഒരു 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 ഭാഗമാണ്. അതുകൊണ്ട് അതൊന്ന് സ്വല്പം ശ്രദ്ധിച്ചേക്കണം. സൂര്യനെ അണിഞ്ഞിരിക്കുന്നു, കാൽ കീഴ് ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള ഒരു കിരീടമുണ്ട്. ഓക്കെ, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. പിന്നെ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. അത് കണ്ടപ്പോ തന്നെ സ്വർഗത്തിൽ വേറൊരു അടയാളം. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. ഇത് നമ്മൾ പറഞ്ഞതാണ്. എന്നാലും ഒരു കാര്യം ഇവിടെ ചേർത്ത് പറയാനുണ്ട്. കണ്ടില്ലേ? 7 തല, 10 കൊമ്പ്, തലയിൽ 7 രാജമുടി, തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു സർപ്പം. ഇതിന്റെ 7 തല എന്തിനെ ചൂണ്ടിക്കാണിച്ചു? 7 രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ഏത് 7 രാജ്യങ്ങൾ? ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൂടി സൂചനയല്ലായിരുന്നുവോ ഈ 7 തല? അല്ലേ? അതേ കാര്യമാണ് ഇതും പറയുന്നത്. 1 യോഹന്നാൻ 5:19. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടൻ എന്ന സിംഗുലർ ആണ് അവിടെ, ദുഷ്ടന്മാർ എന്നല്ല. എല്ലാ ദുഷ്ടന്മാരുടെയും തലവനായ, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാർക്കെല്ലാം കാരണക്കാരനായ ദുഷ്ടൻ, പിശാച്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. യേശുവിന്റെ ഒരിക്കൽ പരീക്ഷയുമായി വന്നപ്പോ മത്തായി 4 3-ാമത്തെ പരീക്ഷയിൽ എന്താണ് പിശാച് പറഞ്ഞത്? ലോകത്തെയും അതിലെ മുഴു രാജ്യങ്ങളെയും എന്റെ വകയാണ്, എനിക്ക് ഇഷ്ടമുള്ളവന് ഞാനത് കൊടുക്കുന്നു. അതല്ലേ അത് ക്ലെയിം ചെയ്ത് പറഞ്ഞത്? നിനക്ക് വേണമെങ്കിൽ നിനക്ക് തന്നേക്കാം, പക്ഷെ എന്നെ തൊന്നാൽ നിനക്ക് തന്നേക്കാം. അപ്പൊ അതിന്റെ കയ്യിലാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്നിൽ ഇയാളുണ്ട്, ഇയാളുടെ കൈയുണ്ട്, ഇയാളുടെ കൺട്രോൾ അതിന്റെ മേലുണ്ട്. എഫേസ്യർ 6:12 അറിയാമല്ലോ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പൊ അങ്ങനെ ഭരണങ്ങളുണ്ടെന്ന്. ദൈവത്തിന്റെ ദൂതൻ ഒരു വാർത്തയുമായി ദാനിയേലിലേക്ക് ഇറങ്ങി വന്നപ്പോ, ഓർമ്മയുണ്ടോ? ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം ദൈവത്തിന്റെ ദൂതനെ തടഞ്ഞു നിർത്തി. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ പാർസി രാജ്യത്തിലെ ഒരു ഭരണാധികാരിക്ക് മേളിൽ നിന്ന് വരുന്ന സ്വർഗദൂതനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ ഒരു മനുഷ്യന്? നോ. അപ്പോ അതിന്റെ പിന്നിൽ ഒരു ഇരുട്ടിന്റെ ദൂതനുണ്ട്. ഗവൺമെന്റ് തെറ്റാണെന്നല്ല നമ്മൾ പറയുന്നത്, അങ്ങനല്ല വചനം പറയുന്നത്. ഗവൺമെന്റ് പാപമാണെന്നോ ഗവൺമെന്റ് പിശാചാണെന്നോ അല്ല. ഗവൺമെന്റ് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്, അവരിലല്ല തിന്മ. എന്നാൽ എല്ലാത്തിൻ്റെയും പിന്നിൽ ഓരോ രാജ്യങ്ങളിലും തിന്മ ഉണ്ടാക്കാൻ, പാപം ഉണ്ടാക്കാൻ, മനുഷ്യരെ അശുദ്ധരാക്കുവാൻ, ദൈവഹിതത്തിന് വിപരീതമായി രാജ്യത്തെയും ജനത്തെയും കൊണ്ടുപോകുവാൻ വ്യാപരിക്കുന്ന ഒരു ഭയങ്കര സംവിധാനം അതിന്റെ പിന്നിൽ ഉണ്ട്.
ലിസൺ ടു മീ കെയർഫുള്ളി. ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാ രാജ്യത്തിന്റെയും പിന്നിൽ ആ രാജ്യത്ത് പാപം കൊണ്ടുവരുവാൻ, ജനത്തെ പാപികളാക്കി തീർക്കുവാൻ, തിന്മകൾ നടത്തുവാൻ, പാതാളത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാൻ വ്യാപരിക്കുന്ന ഒരു സിസ്റ്റം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതിന്റെ സ്വാധീനം ഭരണത്തിലും ചെലുത്തുവാൻ അതെല്ലാ വഴികളും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ അഴിമതികൾ ഉണ്ടാകുന്നത്, ഈ കൈക്കൂലികൾ ഉണ്ടാകുന്നത്, ഈ വലിയ തിന്മകൾ ഇവിടെ നടക്കുന്നത്? തെറ്റാണെന്ന് അവർ അറിഞ്ഞുകൊണ്ടല്ലേ? എന്നിട്ടും അതിന്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ഇതിന്റെ ഈ ശക്തിയാണ്. അപ്പൊ എല്ലാ സാമ്രാജ്യങ്ങളുടെയും പിന്നിൽ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം കാരണക്കാരൻ റിയലി ഇവനാണ്, ഉണ്ടായി വന്ന രാജ്യങ്ങളുടെ. അപ്പൊ ഇതിനും 10 കൊമ്പ്, ഇതിനും 10 കൊമ്പ്, രണ്ടും ഒരേ കാര്യത്തെ ചൂണ്ടിക്കാട്ടുന്നതാണെന്ന് ഓർത്തോണം. ഓക്കെ, അത്രയും ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇത് ഞാൻ വിട്ട് കളഞ്ഞ ഒരു ഭാഗമാണ്. അതുകൊണ്ട് പറഞ്ഞ വഴിക്ക് ഇതിന്റെ ഭാഗം അവിടെയാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ എടുത്താണ്. ഓക്കെ, ബാക്കി. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ, ഈ സ്ത്രീ ഗർഭിണിയായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞില്ലേ? സ്ത്രീയെ കുറിച്ച് പറഞ്ഞാൽ മറന്നുപോയോ? പറഞ്ഞില്ല. എന്നാന്ന് പറഞ്ഞേക്കൂ. സൂര്യനെ അണിഞ്ഞിരിക്കുന്നു, അവളുടെ കാൽക്കീഴ് ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രമുള്ള കിരീടം, പിന്നെ ഗർഭിണിയായി, നോവ് കിട്ടി, വേദനപ്പെട്ട് നിലവിളിച്ചു. ഇപ്പോൾ അവൾ പ്രസവിച്ചു. ഓക്കെ, ദെൻ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. ഈ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? സകല ജാതികളെയും, അങ്ങനല്ലേ വായിക്കുന്നത്? സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനുള്ള ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടിയെ പ്രസവിച്ച ഉടൻ ഈ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ അടുക്കൽ നിന്നു. പിന്നെ കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇവിടെ താമസിക്കാൻ പറ്റില്ല, കാരണം ഈ മഹാസർപ്പം അവിടെ നിൽക്കല്ലേ. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. 1260 ദിവസം. അതിന്റെ കണക്കൊന്ന് പറയണം. 3.5 വർഷം എന്ന് ഇവിടെ ഇരുന്നോണ്ട് പറയുന്നു. അതെങ്ങനെയാണ് 1260? 3.5 വർഷം ഒന്ന് ഹരിച്ചെടുത്ത് വേഗം ഒന്ന് പറഞ്ഞോളൂ. 1260 ഡിവൈഡഡ് ബൈ 3.5 വർഷം, 360 ദിവസം കിട്ടിയുള്ളൂ. യു ആർ റൈറ്റ്. 360 ദിവസം അല്ലേ കിട്ടിയുള്ളൂ. അത്ര ഇനി എത്രയും നോക്കിയാൽ അത്രേ കിട്ടുള്ളൂ ആണ് എന്റെ കണക്ക്. ഓക്കെ, എന്താ എന്റെ കാര്യം എന്നറിയാമോ? ഈ നമ്മളിപ്പോ പറയുന്ന കാലക്കണക്കെന്ന് പറയുന്നത് സൂര്യമാന വർഷമാണ്. സൂര്യമാന വർഷം എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് എടുക്കുന്ന കാലം. അതല്ലേ സൂര്യമാന വർഷം എന്ന് പറയുന്നത്? ഒരാണ്ടെന്ന് പറഞ്ഞാൽ അതല്ലേ? അല്ലേ? അതിന് എത്ര ദിവസം വേണം? 365 ദിവസം വേണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്ക്. അതൊരു കൈൻഡ് ഓഫ് ജൂലിയൻ കലണ്ടർ എന്ന എൻ്റെ സിസ്റ്റത്തിൽ വരുന്നതാണിത്. സൂര്യമാന വർഷം, സൂര്യനെ ആശ്രയിച്ചുള്ള വർഷം. എന്നാൽ പണ്ടത്തെ കാലക്കണക്ക് അങ്ങനെ ആയിരുന്നില്ല. അതിനെ ചന്ദ്രമാന വർഷം എന്ന് പറയും. ചന്ദ്രമാന വർഷം എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത പക്ഷവും ഒരു കറുത്ത പക്ഷവും ഒരു വെളുത്ത വാവും ഒരു കറുത്ത വാവും. ഒരു പക്ഷം എത്ര ദിവസമാണ്? 14 ദിവസം. അതിന്റെ വാവും കൂടെ വരുമ്പോ 15. മറ്റതും 14 1 15. 15 15 30. 30 ഗുണം 12 360. അപ്പൊ നേരത്തെ ഉള്ള കണക്ക് ഇങ്ങനെയായിരുന്നു. നിങ്ങൾ വേദപുസ്തകം നോക്കിയാൽ പഴയ നിയമത്തിലെ ഏത് കണക്കും ഇതാണ്. 360 ദിവസമാണ്. അത് ചന്ദ്രമാന വർഷം എന്നാണ് പറയുന്നത്. ചന്ദ്രനെ ആശ്രയിച്ചുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. കറുത്ത പക്ഷം, വെളുത്ത പക്ഷം, ഒരു കറുത്തവാവ്, ഒരു വെളുത്ത. അതാണ് ഈ ചന്ദ്രമാന വർഷം എന്ന് പറയുന്നത്. ആ കണക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ വേദപുസ്തകത്തിൽ പൊതുവെ കാണുന്ന ഈ കണക്കാണ് 360 ദിവസമാണ്. അപ്പോ ഈ 1260 എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള 3.5 വർഷം. ഓക്കെ, 1260 ദിവസം അവളെ പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്ക് ഉണ്ട്. 13 മുതൽ തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട്
ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പൊ ആൺകുട്ടിയെ തിന്നാൻ നിന്നു, പക്ഷെ എന്ത് സംഭവിച്ചു? 5-ാം വാക്യം, അവൻ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടിയെ തിന്നാൻ മഹാസർപ്പം നിന്നെങ്കിലും മഹാസർപ്പത്തിന് കുട്ടിയെ കിട്ടിയില്ല. കുട്ടി പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. അപ്പൊ അവനെ കിട്ടാഞ്ഞിട്ടാണ് സ്ത്രീയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 11-ാം വാക്യം പറയുന്നത്. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ബാക്കി, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട്, മരുഭൂമിയിൽ പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ വേഗം അവരെ കൊടുപോയി. അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തിന്റെ വേറൊരു പ്രയോഗമാണ്. 1 കാലം, 2 കാലം, അരക്കാലം, 3.5 വർഷം പോറ്റി രക്ഷിച്ചു. ഈ 1260 ദിവസം ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ. അതുപോലെ തന്നെ വേറൊരു പ്രയോഗം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് വേദപുസ്തകത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗമാണ്. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. കാരണം ആ സ്ത്രീയോട് അത്രയ്ക്ക് ദേഷ്യം, കുട്ടിയെ തിന്നാൻ പറ്റിയില്ല. അപ്പൊ ഈ സ്ത്രീയെ എങ്കിലും നശിപ്പിക്കണമെന്ന് വിചാരിച്ച് തന്റെ പിന്നാലെ നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു. പക്ഷേ എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. സർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇത്രയും കാര്യമാണ് സ്ത്രീയെ സംബന്ധിച്ചു ആൺകുട്ടിയെ സംബന്ധിച്ചും ഒക്കെ ഉള്ള വിവരം. ഇത്രയും വിവരം ഒന്ന് പറയാമോ? സൂര്യനൊടിഞ്ഞൊരു സ്ത്രീ, കാൽക്കീഴ് ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. പിന്നെ സ്ത്രീ ഗർഭിണിയായി, നോവ് കിട്ടി, വേദനപ്പെട്ട് നിലവിളിച്ചു. അവളൊരു കുട്ടിയെ പ്രസവിച്ചു. എന്ത് കുട്ടി? എന്താൺകുട്ടി? സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അപ്പൊ കുട്ടിയെ പ്രസവിച്ച ഉടൻ സർപ്പം ഈ കുട്ടിയെ തിന്നുകളയാൻ വേണ്ടി സ്ത്രീയുടെ അടുക്കൽ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും, അങ്ങനെ പറഞ്ഞില്ല, ആ ഒരു വാക്കൂടെ വിട്ടുകളയല്ലേ, പെട്ടെന്ന് എടുക്കപ്പെട്ടു. കാരണം ഈ പറയുന്ന വാക്കുകളെല്ലാം വേദപുസ്തകത്തിൽ പ്രധാനമാണ്. പെട്ടെന്ന് എടുക്കപ്പെട്ടു. എന്നിട്ട് സ്ത്രീയെ, അപ്പൊ ആൺകുട്ടിയെ തിന്ന് കളഞ്ഞിട്ട് കിട്ടാഞ്ഞിട്ട് പ്രശ്നമുള്ളത് കൊണ്ട് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ മഹാസർപ്പം പുറകെ ചെന്നു. പക്ഷെ അവിടെ അവളെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിക്കാൻ ദൈവം ഒരുക്കിയ സ്ഥലം അവൾക്ക് അവിടെ ഉണ്ട്. അവിടെ പോറ്റി രക്ഷിച്ചു. എങ്കിലും മഹാസർപ്പം പുറകെ ചെന്നു, തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു. പക്ഷെ ഭൂമി സ്ത്രീക്ക് തുണതിന്ന് ആ വെള്ളം അങ്ങ് കുടിച്ചു കളഞ്ഞു. എന്നിട്ട് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യാൻ, നശിപ്പിക്കാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അത്രയും കാര്യമാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പൊ അവിടെ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഒരു സ്ത്രീ, പിന്നെ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി, പിന്നെ ആൺകുട്ടിയെ തിന്നുകളയാൻ നിന്ന മഹാസർപ്പം. മഹാസർപ്പത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു. മഹാസർപ്പം എന്നുള്ളത് ആരാണെന്ന് അവിടെ തന്നെ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് പറഞ്ഞപ്പോ പിശാചും സാത്താനും എന്നുള്ള 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അയാൾ ഇപ്പൊ ഈ ആകാശമണ്ഡലത്തിൽ വലിയ അധികാരം ചെലുത്തി നിൽക്കുന്നുണ്ട്. അയാൾക്ക് അവിടെ റൂൾ കൊടുത്തിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. ദൈവം കൊടുത്തതല്ല, പക്ഷെ മനുഷ്യന്റെ നിന്ന് പിടിച്ചെടുത്താണ്. പക്ഷെ അയാൾക്ക് ആ മണ്ഡലത്തിൽ വിഹരിക്കാനുള്ള അനുവാദം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ മഹാ ഉപദ്രവ കാലത്തിന്റെ മധ്യമാകുമ്പോ, ആ നടുവിലല്ലേ അത് വരച്ചിരിക്കുന്നത്, ആവുമ്പോ ആകാശത്തിലൊരു യുദ്ധം ഉണ്ടാവും. കണ്ടല്ലേ, മേളിലൊരു ദൂതൻ നിൽക്കുന്നുണ്ട്. അതാണ് അവിടെ വായിക്കുന്നത്. നോക്കിക്കോളൂ, 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും. മീഖായേൽ എന്ന് പറയുന്നത് ദൂതന്മാരുടെ ഏറ്റവും ചീഫാണ്. പ്രധാന ദൂതനായ
മീഖായേൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അവിടുന്ന് വെട്ടി താഴെ തള്ളിയിട്ടു, ഭൂമിയിൽ തള്ളിയിട്ടു. അങ്ങനെ ഭൂമിയിലേക്ക് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. 12-ാം വാക്യം, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. റൈറ്റ്, അയാൾ നേരെ ഇവിടെ ആസ്ഥാനമാക്കി ഇങ്ങോട്ടിഞ്ഞ് പോരുകയാണ്. അപ്പൊ അതിന്റെ ഭയങ്കരത്വം മുഴുവൻ, അയാളുടെ ഭരണത്തിന്റെ സംവിധാനങ്ങളുടെ മുഴുവൻ ഭയങ്കരത്വവും ഭൂമിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ താഴെ വന്ന ഈ മഹാസർപ്പമാണ് ഈ സ്ത്രീയെ പിന്നീട് ഉപദ്രവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ട രണ്ട് കാര്യം, ഒന്ന് സ്ത്രീ, മറ്റൊന്ന് ആൺകുട്ടി. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ വിശദീകരണം എല്ലാം അതിന് ചേർന്ന് വരണം, എന്നാലേ ഒക്കെ ഉള്ളൂ. അല്ല സ്വല്പം കാര്യം നോക്കി വെച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇത്രയും വിശദീകരണം ഒത്തുവരണം. പൊതുവെ ആളുകളുടെ ചിന്തകൾ പലതാണ്, പലതരം വ്യാഖ്യാനങ്ങളാണ് ഇതിനുള്ളത്. അത് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, ഈ സ്ത്രീയെ കുറിച്ച് ആദ്യം നോക്കാം. ചില ആളുകൾ പറയുന്നത് ഇത് കന്യകമറിയാണ് എന്നാണ് കുറെ പേരുടെ വിശ്വാസം. അങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം, സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിക്കാനുള്ള കുട്ടി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്ന് അവര് വിശ്വസിക്കുന്നു. 19-ാം അധ്യായത്തിൽ 15-ാം വാക്യം, യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. കണ്ടില്ലേ, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇരുമ്പുകോൽ കൊണ്ട് ആളുകളെ മേയിക്കാനുള്ള കുട്ടി യേശുവാണ്. കുട്ടിയെ പ്രസവിച്ച സ്ത്രീ അങ്ങനെയാണെങ്കിൽ മറിയയാണ്. സങ്കീർത്തനം 2:9 എന്താണ്? രണ്ടാം സങ്കീർത്തനം, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. അത് ഒരു മശിഹൈക പ്രവചനമായിട്ടാണ് വിശദീകരിക്കപ്പെടുന്നത്. അവിടെയും മശിഹയെ കുറിച്ച് പറയുന്നത് ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ ഉടയ്ക്കും. അപ്പൊ ഈ ഒരു സാദൃശ്യം കൊണ്ടാണ് ഇത് മറിയയാണ് എന്നവർ പറയുന്നത്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒത്തുവരണമല്ലോ. ഏതൊക്കെ ഒത്തുവരണം? സ്ത്രീയുടെ രൂപം ഒത്തുവരണം. ഇത് സൂര്യനെ അണിഞ്ഞിരിക്കണം, ചന്ദ്രൻ കാൽക്കീഴ് വേണം, 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉണ്ടായിരിക്കണം, പിന്നെ ഈ കാലം എല്ലാം കൂടെ ചേർന്ന് വരണം. റൈറ്റ്. അങ്ങനെ മറിയ എപ്പോഴെങ്കിലും സൂര്യൻ അണിഞ്ഞതായിട്ടും ചന്ദ്രൻ കാൽക്കീഴുള്ളതായിട്ടും 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുള്ളതായിട്ടും വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് മറിയയെ സംബന്ധിച്ചൊരു വിശദീകരണം ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ വിശദീകരണം ഇല്ല. തന്നെയല്ല, ഇത് സംഭവിക്കുന്ന കാലം എപ്പോഴാണ്? മഹോപദ്രവത്തിലല്ലേ ഈ സംഭവം? മറിയ ഈ കുട്ടിയെ പ്രസവിച്ചത് മഹോപദ്രവത്തിലാണോ? അല്ലല്ലോ. അത് എത്ര കാലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ കാലം ചേരുവോ? ചേരില്ല. ഈ സ്ത്രീക്കും ഈ പറയുന്ന യാതൊരു അടയാളങ്ങളും വേദപുസ്തകത്തിലേക്കും കൊടുത്തിട്ടില്ല. തന്നെയല്ല, ഇപ്പൊ ഈ കുട്ടിയെ തിന്നാൻ മഹാസർപ്പം നിന്നു എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊല്ലാൻ പിശാച് പദ്ധതിയിട്ടു, ഹെരോദാവിൽ കൂടെ കൊല്ലാൻ ശ്രമിച്ചു. ശരിയാണ്. അതേസമയം ഈ കുട്ടിയെ കിട്ടാഞ്ഞിട്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ പോയതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറിയെ കൊല്ലാൻ വേണ്ടി ഹെരോദാവോ ഏതെങ്കിലും ചക്രവർത്തിമാരോ പോയോ? പോയില്ല. റൈറ്റ്. അത് ആൺകുട്ടിയുടെ കാര്യം വരുമ്പം ശരിയാണത്. അപ്പൊ ഈ സ്ത്രീക്ക്, മറിയക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചേരുന്നില്ല. അതുകൊണ്ടത് മറിയല്ല. രണ്ടാമത്തെ ഒരു ചിന്തയുള്ളത് ഇത് സഭയാണെന്നാണ്. ആ സഭയുടെ സന്തതിയാണ് ഈ പറയുന്ന 144,000. അതുകൊണ്ട് അത് സഭയാണെന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അങ്ങനെ വരുമ്പോഴും അതിനവർക്ക് കുറെ ന്യായങ്ങൾ പറയാനുള്ളത്. 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, വെളിപ്പാട് 2:27, ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. കണ്ടില്ലേ? ജയിക്കുന്നവർക്കുള്ള വാഗ്ദത്തം, സഭയിൽ ജയിക്കുന്നവർക്കുള്ള വാഗ്ദത്തമാണ് ഇരുമ്പുകോൽ കൊണ്ടവരെ
മേയ്ക്കുക. അപ്പൊ അങ്ങനെ ആ സഭയുടെ കുട്ടിയാണെങ്കിൽ ഇരുമ്പ് കോൽ കൊണ്ടവരെ മേയ്ക്കുക, അങ്ങനെ വാക്തത്വമുണ്ട്. തന്നെയല്ല, ദാനിയേൽ 12:3 ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും എന്ന് എന്നേക്കും ശോഭിക്കുമെന്നൊരു വാക്യമുണ്ട്. അപ്പൊ അത്രയും അതിൻ്റെ ഒരു ന്യായമാണ്. എങ്കിലും സൂര്യനും ചന്ദ്രനും എന്ന കാര്യം ആ സ്ത്രീക്ക് ഉണ്ടോ? ഇല്ല. മറ്റേത് 12 നക്ഷത്രം എന്ന് പറയുന്നില്ലല്ലോ. ഉണ്ടോ? അങ്ങനത്തെ സംഖ്യ ഉണ്ടോ? പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്ന് എന്നേക്കും ശോഭിക്കും എന്നല്ലാതെ ഈ സ്ത്രീ അത് ധരിച്ചിരിക്കുന്നതായി ഒരു സൂചന എവിടെയെന്നും ഒന്നുമില്ലല്ലോ. തന്നെയല്ല, യേശുക്രിസ്തുവിന്റെ സഭയെ വേദപുസ്തകം വിശദീകരിച്ചിരിക്കുന്ന ഉദാഹരണത്തിൽ ഒരു സ്ത്രീയുടെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? കന്യക അല്ലേ? ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കല്യാണം ആയോ? കല്യാണം ആയില്ല. പക്ഷെ ഈ സ്ത്രീ ഗർഭിണിയായിട്ട് പ്രസവിച്ചല്ലോ. അപ്പോ ആ സാദൃശ്യവും ഇവർക്ക് ചേരുന്നില്ല. അപ്പൊ അതും സഭയ്ക്ക് ചേരുന്ന ഒരു പ്രയോഗം അല്ല. പിന്നെ ഇതിന് ചേരുന്ന പ്രയോഗം എന്താണ്? മൂന്നാമതൊരു ചിന്തയുള്ളത് ഇത് ഇസ്രായേലാണ് എന്നാണ്. ഈ സ്ത്രീ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രീകരണമാണെന്നാണ്. ഒരു സ്ത്രീ അല്ലത്, ഒരു സംഘമാണെന്നാണ്. അങ്ങനെ പറയാൻ കാരണം, കല്യാണം കഴിച്ചൊരു സ്ത്രീ അല്ലേ ഇത്? ഗർഭിണിയാകാൻ അവകാശമുള്ളവളാണ്. കല്യാണം കഴിച്ചവർക്കാണ് ഗർഭിണിയാകാനുള്ള അവകാശം. ഇപ്പൊ ഇവൾ ഗർഭിണിയാണ്. യെശയ്യാ പറഞ്ഞ 54 അധ്യായം 5 വാക്യം. യെശയ്യാവ് 54:5. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിനോട് പറയുകയാണ്, നിനക്കൊരു ഭർത്താവുണ്ട്. ആരാണ് നിന്റെ ഭർത്താവ്? സൃഷ്ടാവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ നാമം. അപ്പൊ ഇസ്രായേലിനെ വിളിച്ചിരുന്നത് ദൈവവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ത്രീ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കല്യാണം കഴിച്ചെങ്കിൽ പ്രസവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. That's right. It is legal. അപ്പൊ ഇസ്രായേലിനെ ദൈവത്തിന്റെ ഭാര്യ എന്നാണ് പഴയ നിയമത്തിൽ പൊതുവെ വിശദീകരിച്ചിരിക്കുന്ന അനേക ഭാഗങ്ങളുണ്ട്. എല്ലാം വായിക്കേണ്ട. യിരെമ്യാവ് 3:1 മുതൽ 14 വരെ കുറിച്ച് വെച്ചാൽ മാത്രം മതി. രണ്ടാമത്, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി 37 9 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാൽ ഒരു ദർശനമാണ്. പണ്ടൊരുത്തം കണ്ടൊരു ദർശനമാണ്. വായിച്ചേക്കൂ, എന്നാലേ അത് ശരിയാവുള്ളൂ. അവൻ മറ്റൊരു സ്വപ്നം കണ്ട് യോസഫിന്റെ സ്വപ്നം തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. ജോസഫ് സ്വപ്നം കാണുകയാണ്. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഞാനും നിന്റെ അമ്മയും നിന്റെ 11 സഹോദരന്മാരും. അപ്പൊ എന്താ വിശദീകരണം? സൂര്യൻ യാക്കോബ്, ചന്ദ്രൻ യാക്കോബിന്റെ ഭാര്യ, പിന്നെ നക്ഷത്രം സഹോദരങ്ങള്. നമ്മുടെ വ്യാഖ്യാനം അല്ല, അവൻ കണ്ട സ്വപ്നത്തിന് അവന്റെ അപ്പൻ കൊടുത്ത വ്യാഖ്യാനം. ചുരുക്കി പറഞ്ഞാൽ ഈ മൊത്തം ചിത്രം ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ലേ? സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രവും അണിഞ്ഞ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന് വളരെ യോജിക്കുന്നു. ഓക്കെ. അടുത്ത കാര്യം, ഇത് മഹോപദ്രവകാലത്തല്ലേ ഈ സംഭവം? അല്ലെ, ഈ സംഭവം മഹോപദ്രവത്തിലല്ലേ നടക്കുന്നത്? യിരെമ്യാ പ്രവചനം 30 അധ്യായം 7 വാക്യം. ദാനിയേൽ പ്രവചനം, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ. ആ കാലത്തെക്കുറിച്ച്, പീഡാകാലത്തെക്കുറിച്ച് യഹോവയുടെ നാളെന്ന് പറയുന്ന നാളിനെ കുറിച്ച് പറയുകയാണ്. അതുപോലെ വേറെ ഇല്ലാതെ വണ്ണം
അത് വലുതായിരിക്കും, പക്ഷെ ഇത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെയാണ്. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പൊ ആ കാലത്തിൽ കൂടെ കടന്നു പോകേണ്ടവരാണ് ഈ ഇസ്രായേൽ. ഈ മുഴുകാലത്തിൽ കൂടെ അവർ കടന്നു പോണം. ദാനിയേൽ 12:1, യെശയ്യാ 66:7-8. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും കഷ്ടമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും, ദാനിയേലിനോട് പറയാണ്, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. മീഖായേൽ അവർക്ക് തുണയായിട്ട് എഴുന്നേൽക്കും എന്നല്ലേ പറഞ്ഞത്? നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എന്താ വായിച്ചത്? ആ അധ്യായത്തിൽ തന്നെയല്ലേ വായിച്ചത്? മീഖായേൽ വന്ന് അവന്റെ സൈന്യവും മഹാസർപ്പത്തോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്തു, ഇവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അതേ ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ ദാനിയേൽ പറയുന്ന ഈ കാര്യം ഇതുമായി വളരെ യോജിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഇസ്രായേൽ ഇതിനകത്തൂടെ കടന്നു പോകും എന്ന് മാത്രമല്ല, അവരെ അവിടെ കാക്കും. 26-ാം അധ്യായം യെശയ്യാ 20-21 വാക്യം. എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന്, ഇസ്രായേലിനോട് വിളിച്ചു പറയാണ്, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ വാതിലടയ്ക്ക. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. കണ്ടില്ലേ? അപ്പൊ വന്ന് അതിനകത്തുള്ളവര് തന്നെയാണ്, പക്ഷെ വന്നൊരു സ്ഥലത്ത് കടക്കാം. ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം. കണ്ടില്ലേ 12-ാം അധ്യായത്തിൽ പറയുന്നത്? അവിടെ അവളെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുക്കാലവും അരക്കാലവും പോറ്റി രക്ഷിക്കും. സർപ്പം അവളെ പിടിക്കാതെ അവർക്ക് ഒടുക്കിയിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന്. അതാണ് പറഞ്ഞത്, എന്റെ ജനമേ വന്ന് അറകളിൽ കടന്ന് വാതിലടയ്ക്ക. ഇയാളുടെ ഭരണകാലമാണെങ്കിൽ പോലും അയാളുടെ ഭരണത്തിൽ എത്തിപ്പെടാതെ ഒരു സ്ഥലത്ത് ഇവരെ കൊണ്ടുപോയി പ്രത്യേകം സൂക്ഷിക്കും എന്നാണ് അവിടുത്തെ വചനം. അത് ഈ പ്രവാചക വാക്യങ്ങളുമായി ചേരുന്നു. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 41-ാം വാക്യം. ഇനി അന്തിക്രിസ്തുവിന്റെ വംശാവലി എല്ലാം അങ്ങോട്ട് പറഞ്ഞു വരുന്ന നീണ്ട ഒരു അധ്യായമാണ് ഈ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം. പ്രീവിയസ് ഹിസ്റ്ററി പറയുക. അതിനകത്ത് 41-ാം വാക്യം, അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. മനോഹര ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ, ദൈവത്തിന്റെ മനോഹരമായ നാട്. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതി പോകും. അവരുടെ കയ്യിൽ അകപ്പെടാതെ. എന്തൊക്കെയാണ്? ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും, അമോന്യരും. 3 ദേശം ഇവന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കപ്പെടുമെന്ന്. അപ്പൊ ഇവരെ സൂക്ഷിക്കാൻ ദൈവം ഒരുക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അത് ഈ ദേശങ്ങളിലാണെന്ന് പ്രവചനത്തിൽ പണ്ട് ദാനിയേലിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്തിക്രിസ്തുവിന്റെ വംശാവലി പറയുന്ന ഒരു അധ്യായമാണ്. അപ്പൊ അതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അണിഞ്ഞ സ്ത്രീ ഇസ്രായേലിന് ചേരും. പിന്നെ അവൾ ഗർഭിണിയായി, ദൈവത്തിന്റെ ഭാര്യ എന്ന ആ ഒരു പ്രവചന അർത്ഥത്തിൽ തന്നെ. അപ്പൊ അവൾക്ക് ഗർഭിണിയാകാനുള്ള അവകാശം ഉണ്ട്. ഇത് മഹോപദ്രവത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ ഇസ്രായേൽ മഹോപദ്രവത്തിൽ കൂടെ പോകുന്നു. ഇവിടെ അവളെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ടെന്ന് പറയുന്നു. അതും പ്രവചനത്തിൽ തെളിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ ദർശനം എല്ലാം കൂടെ ഒത്തുവരുന്നത് ഈ സ്ത്രീയെ താരതമ്യപ്പെടുത്തിയാൽ ഇസ്രായേലിനോടാണ്. ഇനിയും അങ്ങനെയെങ്കിൽ കുട്ടി ആരാണ്? ഒരഭിപ്രായം പറഞ്ഞത് ക്രിസ്തുവാണെന്ന്. ഓഫ്കോഴ്സ് അങ്ങനെ അഭിപ്രായമുണ്ട്. മറിയാണ് സ്ത്രീ എങ്കിൽ കുട്ടി ക്രിസ്തുവാണ്. പക്ഷെ മറിയ അല്ലല്ലോ, അല്ല. ഇനി ഇസ്രായേൽ ആണെങ്കിലും കുട്ടി ക്രിസ്തു എന്ന് പറയാം. കാരണം ഇസ്രായേലിൽ നിന്ന് കുട്ടി യേശു ജനിച്ചു എന്നുള്ളത് ശരിയാണ്, അങ്ങനെ പറയാം. എങ്കിലും അല്പം കൂടെ സൂക്ഷ്മിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ അവർക്ക് ചേരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ ആൺകുട്ടി എന്ന് പറയുന്നതിന്. കാരണം എന്താണ്? സ്വർഗത്തിലേക്ക് കുട്ടി എടുക്കപ്പെട്ടു, ഇരുമ്പുകോൽ കൊണ്ട് ആളുകളെ ഭരിക്കാനുള്ളവനാണവൻ, അവനെ തിന്നാൻ മഹാസർപ്പം വന്നു,
പിന്നെ ആൺകുട്ടി എന്ന പ്രയോഗം ആണ്, മാസ്കുലിൻ ജെൻഡർ, അതുകൊണ്ട് അങ്ങനെ ചേരുമെന്ന് തോന്നാം. എന്നാൽ ഇച്ചിരി സൂക്ഷിച്ചു നോക്കണം. കുട്ടി പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്നല്ല പറയുന്നത്. മഹാസർപ്പം വന്നു, കുട്ടി പെട്ടെന്ന് എടുക്കപ്പെട്ടു. അങ്ങനെ ഹെരോദാവ് കൊല്ലാൻ വന്ന ഉടൻ യേശു സ്വർഗാരോഹണം ചെയ്യായിരുന്നോ? ഇല്ല. പെട്ടെന്ന് വാക്ക് അവിടെ കരുതി കൂട്ടി ഉപയോഗിച്ചിരിക്കുന്നതല്ലേ. യേശു അങ്ങനെ പെട്ടെന്ന് എടുക്കപ്പെട്ടോ? ഇല്ലല്ലോ. ഒരു 33 വർഷത്തിലധികം ഇവിടെ താമസിച്ചിട്ടല്ലേ എടുക്കപ്പെട്ടത്. അപ്പൊ ആ വാക്ക് ചേരില്ല. പിന്നെ ഇത് സംഭവിക്കുന്ന കാലം എപ്പോഴാണ്? മഹോദരത്തിലാണ്. മഹോപദ്രവത്തിലാണോ ഈ കുട്ടിയെ പ്രസവിച്ചത്? അല്ല. അല്ല. അവിടെ വെച്ചാണോ എടുക്കപ്പെട്ടത്? അല്ല. അല്ല. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ പറയുന്നത്? ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പൊ 4-ാം അധ്യായം മുതൽ മേലാൽ സംഭവിപ്പാനുള്ള കാര്യമാണ്. പിന്നെ അങ്ങ് പൂർവീക കാര്യം എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പറയും, അവിടെ ചേർക്കും? തന്നെയല്ല, പഴയ ചരിത്രത്തെ ഇത്ര ഗൂഢമായിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താ? സംഭവിച്ചു കഴിഞ്ഞല്ലേ, അത് തെളിച്ചങ്ങ് പറഞ്ഞാ പോരെ. അപ്പൊ ഈ കാലം യേശുവിന് ചേരുന്നില്ല പുസ്തകത്തിന്റെ ഒരർത്ഥത്തിലും. കാരണം 4-ന്റെ 1 മുതൽ ഭാവിയാണ്, മേലാൽ സംഭവിപ്പാനുള്ള കാര്യമാണ്. അതുകൊണ്ട് അതും യേശുക്രിസ്തുവിനും ചേരുന്ന ഒരു പ്രയോഗമല്ല. പിന്നെ നമ്മുടെ ഇത് സഭയാണ് സ്ത്രീ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അപ്പൊ അവരുടെ ഭാഷയിൽ ഈ ആൺകുട്ടി മണവാട്ടി സഭയാണ്. അവിടത്തേക്ക് വേണ്ടി ഏകാഗ്രതയോടെ നിർമ്മലതയോടെ കാത്തിരിക്കുന്ന കൂട്ടമാണ് യേശുക്രിസ്തുവിന്റെ സഭ. അല്ലാതെ അലസമായ കൂട്ടം, ആക്റ്റീവായ കൂട്ടം പറഞ്ഞൊരു കൂട്ടം ഇല്ല. യേശുവിന് ഒറ്റ സഭയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. സുവിശേഷ വേലക്കാരെ മാത്രം യേശുവിൻ്റെ കൂടെ കൊണ്ടിരുത്തുന്ന ഒരു സമ്പ്രദായം അല്ല ദൈവത്തിന്റെ സമ്പ്രദായം. പുതിയ നിയമത്തിലെ ഭാഷ നമ്മെ അവന് രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. 1-ാം അധ്യായം നമ്മൾ ആദ്യം നോക്കിയതല്ലേ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. അപ്പൊ സുവിശേഷ വേലക്കാർക്ക് മാത്രമല്ല ഇവിടെ സ്ഥാനം. ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്, ഡിഫറെന്റ് പൊസിഷൻസ് ഉണ്ട്. എങ്കിലും സ്വർഗത്തിൽ പോകാനുള്ള അവകാശം സുവിശേഷ വേലക്കാർക്ക് മാത്രം അല്ല, അവന്റെ മുഴു ജനത്തിനും അവിടെ പോകാനുള്ള അവകാശം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സഭ രണ്ടില്ല, സഭ ഒന്നേ ഉള്ളൂ. അത് മണവാട്ടിയാണ്, മണവാട്ടി തന്നെയാണ് സഭ, സഭ തന്നെയാണ് മണവാട്ടി. Alright? അപ്പൊ അതുകൊണ്ട് ഈ ആൺകുട്ടി സഭയും അല്ല. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഈ സ്ത്രീയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ആൺകുട്ടി. ഏത് സ്ത്രീ? ഇസ്രയേൽ എന്നത് ഒരു ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രയേൽ എന്നൊരു ജാതിയല്ലേ. അപ്പൊ ആ ജാതിയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവളുടെ കുട്ടി, അവളുടെ കുട്ടി ആ കാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനം. എന്താ സംഭവിക്കേണ്ടത്? ഇസ്രയേലിന് ഒരു സ്ത്രീ എന്ന ഈ സാദൃശ്യം ചേരുമെങ്കിൽ അതൊരു സമൂഹമാണെങ്കിൽ ആൺകുട്ടിയും ഒരു സമൂഹമാണ്. അപ്പൊ ഒരു വ്യക്തി അല്ലത്, ഒരു സമൂഹമാണ്. നമ്മൾ 7-ാം അധ്യായത്തിൽ കണ്ട 144,000 ഒരു വലിയ ആത്മീക നവോത്ഥാനം ഉണ്ടായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. കണ്ടില്ലേ? സ്ത്രീ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പൊ അതിന് ഗർഭകാലത്ത്, അവിടെ പ്രസവകാലത്ത് ആ സമയത്തുള്ള വേദന, നോവ്, ഇതെല്ലാം കൂടെ ഉണ്ടായിട്ടാണ് ഈ കുട്ടിയെ പ്രസവിച്ചത്. എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആത്മീക നവോത്ഥാനം അവിടെ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഈ കുട്ടി പുറത്തു വരാൻ കാരണം. അക്കാലത്തുണ്ടാകുന്ന ആത്മപ്രവൃത്തിയുടെ ഫലമാണ് ഏതെങ്കിലും ഒരു കൂട്ടം ജനം പുറത്തു വരുന്നത്. നമ്മളന്ന് പറഞ്ഞല്ലോ, ഏറ്റുപറയാതെ അനുതപിക്കാതെ ഒരാൾക്കും ദൈവമുൻപാകെ അംഗീകാരം ഇല്ല. ഓർമ്മയുണ്ടോ? സക്രിയ പ്രവചനം 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ.
യേശു ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, വാവിട്ട് നിലവിളിക്കും. കുലം കുലം പ്രത്യേകം വിലപിക്കും. എങ്ങനെ? ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ. എന്ന് വെച്ചാൽ ഒറ്റ കൊച്ചേ ഉള്ളൂ, അത് മരിച്ചു പോയാൽ ഉണ്ടാകുന്ന വിലാപം പോലെ. ആദ്യജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെയുള്ള വിലാപം ഉണ്ടാവും. സ്ത്രീജനം പ്രത്യേകം വിലപിക്കും, ഓരോരോ ഗോത്രം പ്രത്യേകം നിലവിളിക്കും. അങ്ങനെ ഭയങ്കര നിലവിളിയുടെ ഫലമായി, ആത്മീകമായി ഉണ്ടാകുന്ന വലിയ ഒരു വേദനയുടെ ഫലമായിട്ടാണ് ഈ കൂട്ടരെ ദൈവം വേർതിരിക്കുന്നത്. എന്താ പറയുന്നത്? ഈ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അതിന്റെ മുമ്പിൽ നിന്നു. ഈ കുട്ടിയെ ഉണ്ടായി വന്ന 144,000 പേരെ നശിപ്പിക്കണം, തിന്നുകളയണം എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി കളയണം. അതിനുവേണ്ടി മുമ്പിൽ നിന്നു. അടുത്തത് എന്താണ്? കുട്ടി പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു. കണ്ടില്ലേ? 7-ാം അധ്യായത്തിൽ ഭൂമിയിൽ കാണുന്ന ഈ കൂട്ടരെ 114-ാം അധ്യായം ആയപ്പോഴത്തേക്കും സ്വർഗത്തിൽ അവരെ കാണുന്നു. അപ്പൊ ഇവിടെ ഒത്തിരി കാലതാമസം ഉണ്ടായില്ല. അവരെ പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടു. അവര് എടുക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കണം? 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. 12-ാം അധ്യായത്തിൽ തന്നെ പറയുകയാണ്, ഈ പീഡയുടെ കാലം, മഹാസർപ്പം ഇറങ്ങി വരുന്നു. മഹാസർപ്പം ഇറങ്ങി വരുമ്പോ ഇവന്റെ ഈ പ്രവൃത്തി നിമിത്തം, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ പ്രവൃത്തി നിമിത്തം ഒരു കൂട്ടം ജനം അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാണ്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പൊ എന്താണ്? മരണം ഉണ്ടായി എന്നല്ലേ അർത്ഥം. അപ്പൊ അവനെ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഇവരെ കൊന്നില്ല എന്നല്ലല്ലോ അർത്ഥം. അവരുടെ വിശ്വാസത്തെ ജയിക്കാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ വകയാക്കി അവരെ തീർക്കാൻ ഈ മഹാസർപ്പത്തിന് സാധിച്ചില്ല. പീഡ അഴിച്ചു വിട്ടു, പക്ഷേ അവരെ കൊന്നു. മരണപര്യന്തം, മരണം വരെ അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാതെ വിശ്വസ്തമായിട്ട് നിന്നു. ഇവൻ കൊന്ന ഉടൻ അവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ആൺകുട്ടി പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പിന്നെ ബാക്കി എന്ത് സംഭവിച്ചു? ഈ 144,000 പോയെങ്കിലും ഇസ്രയേൽ മുഴുവൻ പോയില്ല. ഈ 144,000 കീഴടക്കാൻ പറ്റാതെ ഇവർ വിശ്വാസത്തിൽ നിൽക്കുന്നുവെന്ന് കണ്ട് ഈ ഇസ്രയേലിനെ പീഡിപ്പിക്കാൻ അടുത്ത പരിപാടിയുമായി രംഗത്ത് വന്നു. പക്ഷേ എന്താ പറയുന്നത്? ദൈവം അവളെ ഇവിടെ നിന്ന് ദൂരെ കൊണ്ടുപോയി ഈ പ്രത്യേക ദേശത്ത് അവരെ കൊണ്ടുപോയി സൂക്ഷിക്കും. ഒരു ഒളിച്ചോടിപ്പോക്കിന്റെ ഒരു കാലം ഉണ്ടാവും. ആ ഒളിച്ചോടിപ്പോക്കിൽ ഈ ഭരണാധികാരിയുടെ കയ്യിൽ അകപ്പെടാത്ത സ്വല്പ സ്ഥലങ്ങളെ ദൈവം സൂക്ഷിച്ചിരിക്കും ഈ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി. നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചില്ലേ? മോവാബും അമോന്യനും ഏദോമും 3 ദേശങ്ങൾ ഇവന്റെ കയ്യിൽ അകപ്പെടാതെയുള്ള ദേശത്ത് ഇവരെ കൊണ്ടുപോയി സൂക്ഷിക്കും. അത് നിമിത്തം ഈ ഇസ്രയേലിൽ ബാക്കിയുള്ളവരെ കൊല്ലുവാൻ അവന് സാധിക്കാതെ വരും. അതാണ് യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൽ നമ്മൾ മുമ്പേ വായിച്ചത്. എന്റെ ജനമായുള്ളവരെ വരുവീൻ, വന്ന് അറകളിൽ കടന്ന് വാതിലടയ്ക്കുവീൻ, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിപ്പീൻ. ഇസ്രയേൽ ഇക്കാലത്ത് ഭൂമിയിൽ സംരക്ഷിക്കപ്പെടും. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കാലഘട്ടം. എന്തിന്റെ കാലഘട്ടം? അവരോടൊരു ദൈവരാജ്യം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഇവരെ തയ്യാറാക്കുകയാണ്. പണ്ട് കിട്ടിയ വാഗ്ദത്തം ഞാൻ പറഞ്ഞല്ലോ, അവരോടുള്ള ഗുണം കൊണ്ടല്ല, അവരുടെ അപ്പനോടുള്ള വാഗ്ദത്തം നിമിത്തം, അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിമിത്തം, ദാവീദിനോടുള്ള വാഗ്ദത്തം നിമിത്തം ദൈവരാജ്യ സ്ഥാപനം ഇവർക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഈ ജനത്തെ ഒരുക്കി സൂക്ഷിക്കുകയും യേശു സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോ ഇക്കൂട്ടരിലും മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് പ്രവേശിക്കും. ഇവിടെ ജീവനോടെ സംരക്ഷിക്കപ്പെട്ടവരും ഇങ്ങോട്ട് കടക്കും, ഇസ്രയേല്. അങ്ങനെ സർപ്പത്തോടകലെ ഒരു കാലവും ഇരുക്കാലവും അരക്കാലവും ഇവരെ പോറ്റി രക്ഷിച്ച് ദൈവഭരണത്തിലേക്ക്, സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ഇവരെയും കൊണ്ടുവരും. അത് ഇക്കാലത്തുള്ള ബാക്കി മനുഷ്യർ, ഇപ്പോഴത്തെ മനുഷ്യർ, ഇപ്പോഴങ്ങോട്ട് ജീവിച്ചു പോകുന്ന ആളുകൾ ഈ വചനമെല്ലാം കേട്ടും വെച്ച് എല്ലാം തലേ വെക്കുകയല്ലാതെ വിശ്വസിക്കാത്ത കുറെ പേരുണ്ട്. ഇപ്പൊ ഇങ്ങനൊക്കെ ജീവിച്ച് നടക്കുന്നു. എല്ലാ യോഗത്തിനും വരും, കൂട്ടത്തിനും വരും, എന്നാലും സമർപ്പിച്ചു കൊടുക്കാത്ത കുറെ ആളുകളുണ്ട്. അത്ര അങ്ങോട്ട് മാനസാന്തരപ്പെടില്ല. ഇനി അഥവാ മാനസാന്തരപ്പെട്ടാലും സ്നാനപ്പെടില്ല. സ്നാനപ്പെടാൻ ഭയങ്കര പിടിയാണ്.
സ്നാനപ്പെടാനുള്ള പിടിയെന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഒരു സ്ത്രീ മരിച്ചു, ഭർത്താവ് ജീവനോടിരിക്കുന്നു. മരിച്ച ശരീരത്തിന് വാസ്തവത്തിൽ എന്നാ വിലയുണ്ട്? വല്ല വിലയുണ്ടോ? ഇനി എന്നാ വിലയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് മണ്ണിനകത്ത് വെക്കാൻ പോവല്ലേ? അല്ലേ? നിങ്ങൾ കൂടെ കിടക്കുകയല്ലോ. നിങ്ങൾ കുഴി കൊണ്ട് വെച്ചുമച്ച് ഒറ്റയ്ക്ക് വെച്ചുമച്ചിക്ക് പോരത്തില്ലേ? നമ്മൾ ഇതിനെല്ലാം കൊണ്ട് ഇവിടെ വെട്ടിമച്ച് വരുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് കൃത്യം നിങ്ങൾ അടക്കിയാലും എന്താ സംഭവിക്കുന്നത്? ഇത് പുഴു തന്നെയല്ലേ? അല്ലേ? എന്നാ പിന്നെ ഇത്ര കാര്യമായിട്ട് എന്തിനെ അടക്കുന്നത്? നല്ല പോലെ അടക്കത്തിനൊക്കെ നല്ല പോലെ കാശ് വേണ്ട ഇന്നത്തെ കാലത്ത്. ഇല്ല, ഒരു മിനിമം ഒരു 50,000 rupees വേണം. ഓക്കെ, ഉളപ്പനടക്കത്തിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇച്ചിരി ചോൻ അടക്കുന്ന കാര്യം പറയാം. ഒരു 50,000 രൂപ വേണം. കണ്ടില്ലേ, ഈ ശരീരം കൊണ്ടുപോയി കുഴിച്ചിടുന്നതിന് ഈ 50,000 രൂപ മുടക്കി കുഴിച്ചിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും പുഴു തിന്നാൻ പോവാണ്. ഇല്ലെന്തിനാ ഈ പണിക്ക് പോകുന്നത്? എന്നാ ഒരു പട്ടി തിന്നിട്ട് പോട്ട് നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. ഈ ജഡം വേറെ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോയി അടക്ക്, നിങ്ങൾ സമ്മതിക്കോ? അതും ഒക്കത്തില്ല. അപ്പൊ കുഴിന്ന് എടുത്തോണ്ട് വന്ന് നിങ്ങൾക്ക് പിന്നെ അടക്കണം എന്ന് പറയത്തില്ലേ? അങ്ങനെയല്ലേ ഭൂമിയിലെ സംഗതി, അല്ലെ? അപ്പൊ ഭർത്താവിന് എന്തോ ഒരു ക്ലെയിം ആണെന്ന് നോക്കി ശരീരത്തിന്റെ മേൽ. അതേസമയം കൊണ്ടുപോയി കുഴിച്ചിട്ടു. കുഴിച്ചിട്ടാൽ സ്വസ്ഥായി, ഇടപാട് തീർന്നു. കുഴിച്ചിടുന്നിടം വരെ ഇടപാട് തീരില്ല. വല്ലോൻ രാജ്യത്ത്, അയ്യോ, ചില രാജ്യങ്ങളൊക്കെ, ഗൾഫിൽ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ശവം ഇഞ്ഞുകൊണ്ടിരാൻ 1 മാസം 3 മാസമൊക്കെ വേണ്ടി വരും. പേപ്പർ പ്രൊസീജിയേഴ്സ് എല്ലാ ചില രാജ്യമൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ കൊണ്ടുവരുന്നിടം വരെ സ്വസ്ഥതയുണ്ടോ? ഭർത്താവിനെയാണ് നീ കൊണ്ടുവരുന്നതെങ്കിൽ ഭാര്യ പോയി ഒന്ന് തിന്നാൻ പോലും വല്ലൊരു സമ്മതിക്കോ? നല്ല സുഖമായിട്ട് കുളിച്ച് ദിവസവും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് തിന്നാൻ തുടങ്ങിയാൽ മനുഷ്യരെന്താ പറയുന്നേ? അവൻ ചത്ത് കിടക്കുന്നത് ഇവിടെ തീറ്റി കണ്ടില്ലേ എന്ന് പറയത്തില്ലേ? അതേസമയം കുഴിച്ചിട്ട് കഴിഞ്ഞാലോ, മരിച്ചു പിറ്റേന്ന് തന്നെ കുഴിച്ചിട്ടു, തിന്നാതിരുന്നാൽ ആളുകൾ എന്തോ എന്ന് പറയും? വേണ്ട, തിന്നടി വല്ലും, പോകണ്ടവൻ പോയി. ഇനി നീ ഇവിടെ ഇരുന്ന് ഇവിടെ പട്ടിണി കിടന്നിട്ടൊരു കാര്യമില്ല, നീ വല്ല തിന്നണമെന്നല്ലേ പറയുള്ളൂ. കുഴിച്ചിടുന്നതിന് മുമ്പ് പറയുമോ? അത് പറയില്ല. അപ്പൊ ഈ ഇടപാട് തീരണോ? എന്ത് വേണം? കുഴിച്ചിടണം. കുഴിച്ചിട്ടില്ലെങ്കിൽ മാപ്പിളക്ക് ഇതിന്റെ മേൽ ക്ലെയിം ഉണ്ട്. ഇതാണ് സംഗതി. മറ്റേ പുള്ളി നമ്മളെ ഇങ്ങനെ ഭരിച്ചോണ്ട് നടക്കുക. ആര്? നമ്മള് പണ്ടൊരു പുള്ളിയുടെ കീഴിലല്ലായിരുന്നോ? പഴയ മനുഷ്യന്റെ കീഴിലല്ലായിരുന്നോ? അയാൾ എന്റെ ആളാണെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. നിങ്ങൾ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞാലും കുഴിച്ചിട്ട് തീരുന്നത് മറ്റേ പുള്ളിയുടെ ക്ലെയിം തീരില്ല. സ്നാനം എന്ന് പറയുന്നത് കുഴിച്ചിടിയിലാണ്. അങ്ങനല്ലേ വേദപുസ്തകം പറയുന്നത്? സംശയമുണ്ടോ? വായിക്കണോ? റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യം എന്തായാലും ഒന്ന് വായിച്ചേക്കും. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം നിങ്ങൾ അറിയുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പാപത്തിന് മരിച്ച ഈ പഴയ മനുഷ്യനെ കൊണ്ടുപോയി അവന്റെ കൂടെ കുഴിച്ചിട്ടു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പിന്നെ ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടില്ലേ? സ്നാനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരടക്കമാണ്, അടക്ക ശുശ്രൂഷയാണ്. അപ്പൊ കുഴിച്ചിട്ടെങ്കിലേ മറ്റേ പുള്ളിയുടെ ക്ലെയിം തീരുള്ളൂ. നിങ്ങൾ സ്നാനപ്പെടാതെ നിൽക്കുന്നിടത്തോളം മറ്റേ പുള്ളിയുടെ ക്ലെയിം തീരില്ല. അയാൾ എപ്പോഴും പറയും എന്റെ ആളാന്ന് പറയും. ആ ഇടപാട് തീർക്കണോ? എന്താ വേണം? അല്ലാതെ മാനസാന്തരം എന്ന് പറഞ്ഞ് നടന്ന സംഗതിയൊക്കെ ഇല്ല. മറ്റേ ആളുമായിട്ടുള്ള ആ ബന്ധം അവസാനത്തെ കണ്ണിയും പൊട്ടിക്കണം. പൊട്ടിച്ച് വെച്ച് വിളിച്ചു പറയണം, നീ ഞാനുമായിട്ട് മേലാൽ ഒരിടപാടും ഇല്ല. ഇറ്റ്സ് ഡൺ. ആമേൻ. സ്നാനപ്പെടാത്തവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വകയായിട്ട് മൊത്തം തീരണോ? എന്ത് വേണം? സംശയമുണ്ടോ? മർക്കോസ് 16:15-16 കൂടെ ഒന്ന് വായിച്ചോളൂ. എന്തിനാ സംശയങ്ങൾ? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. കേട്ടില്ലേ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വാക്ക് തെളിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടാൻ എന്താ വേണം? വിശ്വസിക്കുകയും. എന്താ വിശ്വസിക്കണം?
സുവിശേഷം പ്രസംഗിപ്പീൻ. അതല്ലേ ആദ്യത്തെ ഭാഗം. നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. അത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെട്ട സ്നാനം ഏറ്റേ പറ്റൂ. ചില ആളുകൾ പറയും അങ്ങനൊന്നും അല്ല, രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തുന്നതാണെന്ന്. ഏത് വാക്യമാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തുന്നതെന്ന്? വാക്യം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ആര് പറഞ്ഞു? യേശു പറഞ്ഞു. സ്തോത്രം. പിന്നെ ചിലർക്ക് പത്രോസിന് വലിയ കാര്യമാണ്. ഓഫ് കോഴ്സ് എനിക്കും പത്രോസിനോട് കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാക്യം കൂടെ ഒന്ന് കേട്ടോളൂ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2:38 വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കേൾക്കൂ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്തിന്? മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പൊ പാപമോചനം ഉണ്ടാകണമെങ്കിൽ സ്നാനം ഏൽക്കണം. തെളിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? ഹലോ, വ്യാഖ്യാനം വല്ലതും വേണോ? പച്ച മലയാളം അല്ലേ, ഗോപ്യമായ വാക്കുകളൊന്നും ഇല്ലല്ലോ. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ വാക്കൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോളൂ. ഞാൻ അതിനെ കേൾക്കാതിരിക്കുന്നേ. പ്രവൃത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. അദ്ദേഹം തന്റെ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. പ്രവൃത്തി പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം. ഇനി താമസിക്കുന്നത് എന്ത്? റൈറ്റ്. അദ്ദേഹത്തോട് ഒരു ഉപദേശി വന്ന് ചോദിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് 3 ദിവസമായി, മാനസാന്തരപ്പെട്ടിങ്ങനെ ഇരിക്കുക, 3 ദിവസമായി. അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കുന്നതാണ്, ഇനി താമസിക്കുന്നത് എന്ത്? 3 ദിവസം ആയില്ലേ, ഇങ്ങനെ കർത്താവാണ് ആളെന്നൊക്കെ അറിഞ്ഞിട്ട് 3 ദിവസം ആയില്ലേ, ഇനി താമസിക്കുന്നത് എന്ത്? പിന്നെ ബാക്കി എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക. നിന്റെ പാപങ്ങളെ ഇനി കൊള്ളുന്ന വേണ്ടി എന്താ തെളിവാ വേണ്ടിയെന്നേ? അപ്പൊ പാപം കഴുകി കളയണമെങ്കിൽ എന്താ വേണം? സ്നാനമേൽക്കണം. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാ. ആമേൻ. അപ്പൊ ചിലർ പറയും ഞങ്ങൾ സ്നാനം ഏറ്റാ. സ്നാനത്തിന്റെ അർത്ഥം എന്താണ്? മരിച്ചവനെ കുഴിച്ചിടുകയാണ് അല്ലേ? എന്ത് മരിച്ചവനെ? പാപസംബന്ധമായി മരിച്ചവനെ. യേശു എന്താ പറഞ്ഞ? സുവിശേഷം പ്രസംഗിക്കാൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടണം. അപ്പൊ ആദ്യം എന്ത് വേണം? പ്രസംഗം കേൾക്കണം, പിന്നെ വിശ്വസിക്കണം, പിന്നെ അതല്ലേ കർത്താവ് പറഞ്ഞത്? ഈ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ ആ കുഞ്ഞിന്റെ കാലത്തെ നിങ്ങൾ ഏത് വചനമാണ് കേട്ടെ? നിങ്ങൾ പറഞ്ഞോ എനിക്കൂടെ കർത്താവിൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളൊന്നുമായിട്ടൊരു ഇടപാടും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കുട്ടികൾ മരിച്ചാൽ അവർ സ്വർഗത്തിൽ പോവാം എന്നാ ചോദ്യം. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ ചില പ്രയോഗങ്ങൾ ഓർമ്മയുണ്ടോ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ദൈവരാജ്യം അവരുടേതല്ലോ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോഴേ ഒരു കുട്ടി നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രായമാകുന്നത് വരെ, എന്നുവെച്ചാൽ ശരി അതാ തെറ്റാ കുട്ടിക്ക് അറിയാൻ മേലാത്ത കാലത്ത് ആ കുട്ടി ദൈവരാജ്യത്തിൽ പോകും എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? അതിന് ഡിഫറൻസ് വെച്ചിട്ടില്ല. കാരണം പാപത്തെ അറിയാൻ കഴിവില്ല. പാപത്തെ അറിയുവാൻ കഴിവില്ലാത്ത അക്കാലത്ത് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത അക്കാലത്ത് ആയാൽ അവർ പോകും. പക്ഷേ എന്തിനാണെന്നറിയാമോ? ഈ ആളുകൾ ഇതൊന്നും ആദ്യകാലത്തുണ്ടായിരുന്നതല്ല. ഈ സ്നാനം, കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന ആദ്യകാലത്തുണ്ടായിരുന്നതല്ല. എന്നാൽ സ്നാനത്തിന്റെ അത്യാവശ്യം ആളുകൾ മനസ്സിലാക്കിയപ്പോ അവർ വിചാരിച്ചു കൊച്ചിനെയും സ്നാനപ്പെടാതെ പോയ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ അതുകൊണ്ട് കൊച്ചിനെ കൂടെ അങ്ങ് സ്നാനപ്പെടുത്തിയതാണ്. അങ്ങനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നന്മയും തിന്മയും അറിയാൻ പ്രായമാകുന്നതിന് മുമ്പ് കുട്ടി മരിച്ചാൽ ആ കുട്ടി സ്വർഗത്തിൽ പോവും.
നന്മയും തിന്മയും അറിയാൻ പ്രായമായാൽ പിന്നെ സ്നാനപ്പെട്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അതിപ്പോ എത്ര വയസ്സൊന്നും കൃത്യം പറയാനൊന്നും നോക്കത്തില്ല. ഇന്നത്തെ കാലത്ത് വളരെ നേരത്തെ കുട്ടികൾക്ക് റൈറ്റ് ആൻഡ് റോങ് അറിയില്ലേ. എന്താ ഇവിടെ ചോദിക്കുന്നത്? ഇനി താമസിക്കുന്നത് എന്ത്? മാനസാന്തരപ്പെട്ട ദിവസം 3 ആയില്ലേ? ഇനി താമസിക്കുന്നത് എന്താണ്? നമ്മൾ ചിലർ മാനസാന്തരപ്പെട്ട കാലം എത്രയായതാ? ഇന്ന് വരെ സ്നാനപ്പെടാതിരിക്കുകയല്ലേ. പുസ്തകം വിളിച്ചു ചോദിക്കുകയാണ്, ഇനി താമസിക്കുന്നത് എന്ത്? എന്താ താമസമെന്നേ? പോണ്ടേ സ്വർഗത്തിൽ? വേണ്ടേ? പൊന്ന സഹോദരങ്ങളെ, ഈ വെളിപ്പാട് പുസ്തകം കേട്ടിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ അതിന്റെ ഭയങ്കരത്തെ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതിന്റെ സകല കോൺസിക്വൻസും അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പാതാളത്തിൽ പോകാൻ തീരുമാനിക്കുന്നത്? സ്വർഗത്തിൽ പോകണോ? സ്നാനം എടുക്കണം. രക്ഷിക്കപ്പെടണോ? സ്നാനം എടുക്കണം. പാവമോചനം കിട്ടണോ? സ്നാനം ഏൽക്കണം. There is no excuse. അപ്പൊ ദൈവത്തിന്റെ രാജ്യം വരുന്നു. ആമേൻ. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കി തയ്യാറാക്കുകയാണ്. യേശു വരാൻ പോകുന്നു. സത്യം അതല്ലേ നമ്മൾ പറയുന്നത്? കണ്ടില്ലേ, വളരെ പ്രഗത്ഭമായി നിന്ന് ഇസ്രായേൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ, വചന കേട്ടിട്ടും അനുസരിക്കാതെ വന്നപ്പോ അവരെ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മളെ ദൈവം എടുത്തത്. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ ഭാഷയിൽ നല്ല ഒലിവായിരുന്നു ഇസ്രായേൽ. അതിനെയാണ് ദൈവം നട്ടത്. എന്നാൽ അത് കേൾക്കാതെ വന്നപ്പോൾ ദൈവനെ വെട്ടിക്കളഞ്ഞിട്ട് കാട്ടിക്കിടന്ന് നമ്മളെ കൊണ്ടുവന്ന് ഇതിന്റെ കൂടെ ബഡ്ഡി ഇത് ചേർക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്നിട്ട് പറയാണ്, മര്യാദയ്ക്ക് നിന്നോണം, ഞെളിയാതെ ഭയപ്പെടണം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് ഇവിടെ മൂപ്പൊന്നും പറയല്ല. ഓരോരുത്തരെയാണ് വിളിച്ചത് വ്യക്തിപരമായ അടിസ്ഥാനത്തിൽ. ആമേൻ. നമുക്കില്ലാത്ത അവകാശമാണ് തന്നത്. പഴയ നിയമത്തിലെ ഒറ്റ പ്രവാചകൻ ഇതിനെ കണ്ടില്ല. അവർക്ക് ആർക്കും ഇങ്ങനത്തെ കാര്യം അറിയില്ലായിരുന്നു. ജാതികളിൽ നിന്നൊരു കൂട്ടത്തെ ദൈവം എടുക്കുമെന്ന കാര്യം പരമരഹസ്യമായിരുന്നു. ഈ ദർശനങ്ങളിലൊന്നും അത് കണ്ടില്ല. ഇത് ഇസ്രായേലിന് മാത്രമെന്ന് കരുതിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ തകർക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഇതിനത്തിന് അവകാശം തന്നിട്ട് വിളിക്കുകയാണ്. ബാ, നിനക്കും തരാം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിനക്കും തരാം. യാക്കോബിന് കൊടുത്ത വാഗ്ദത്തം നിനക്കും തരാം. ദാവീദിന് കൊടുത്ത വാഗ്ദത്തം നിനക്കും തരാം എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടിയ സ്ഥാനം തരാം. ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കാൻ പോലും നിന്നെ ഞാൻ ഉയർത്താം. ലോകത്തെ ന്യായം വിധിക്കാൻ നിന്നെ ഞാൻ ഇരുത്തും. ദൂതന്മാരെ ന്യായം വിധിക്കാൻ പോലും നിനക്ക് അവകാശം തരും. എന്തോ ഒരു ഭയങ്കര പ്രിവിലേജിലേക്കുള്ള വിളിയാണ് ദൈവം വിളിക്കുന്നതെന്നറിയാമോ? ഇത്ര മഹത്വമുള്ള വിളി കേട്ടിട്ടും ഇതിനെ ലളിതമായിട്ട് എടുക്കരുത്, ലാഘവ ബുദ്ധിയോട് എടുക്കരുത്. യേശു വരും സത്യം. തൻ്റെ കാന്തയെ കൊണ്ടുപോകും സത്യം. കാന്തയെ മാത്രം തനിക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നവർ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കും. സ്തോത്രം. ഒരുക്കി കഴിയുമ്പോ ഒന്നുകൂടെ കണ്ണാടി പോയി നോക്കും. ഒരുങ്ങി കഴിയുമ്പോ റെഡിയാണെന്ന് നോക്കും. ശരി, ഒരു കുറവുണ്ടെങ്കിൽ പിന്നെയും വന്ന് ഒരുക്കും. നമുക്കൊരു കണ്ണാടിയുണ്ട്, എന്തെന്നറിയോ? ഈ ദൈവത്തിന്റെ വചനം. അത് കേട്ടിട്ട് ഒരുങ്ങി ഒന്നുകൂടെ പോയി നോക്കും. നോക്കുമ്പോ ഒരു സ്വല്പ പോരായ്മ, പോയി ഒന്നുകൂടെ ഒരുങ്ങും, അതും കൂടെ ശരിയാക്കും. വന്നിട്ട് ഒന്നുകൂടെ നോക്കുമ്പോ അവിടെ ഒരു പോരായ്മ കണ്ടാൽ വീണ്ടും പോയി ഒരുക്കും. തന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. റെഡിയാണോ? ആർ യു റെഡി? സഭ എന്ന്